അപ്പോൾ ഒറ്റ വീഡിയോ മതി നമ്മൾ റീച്ച് ആവാൻ, ഏൺ ചെയ്യാൻ. അപ്പം നിങ്ങൾക്കൊരു ബിസിനസ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാവും, മിനിമം ഒരു 10 ലക്ഷം രൂപ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് കാണും. എനിക്കൊരു രൂപ പോലും അന്ന് സ്വെറ്റ് സ്ക്വാഡ് സ്റ്റാർട്ട് ചെയ്യാൻ ആവശ്യം വന്നില്ല. പല വുമൺസ് ഇൻഡിപെൻഡൻ്റ് ആവണം, ഏൺ ചെയ്യണം. അതിന് ഫസ്റ്റ് അത് ഏൺ ചെയ്തിട്ട് കെട്ടാൻ പറ്റുമെങ്കിൽ അത്രയും ബെറ്റർ. കാരണം അങ്ങനെ ഒരു സപ്പോർട്ടീവ് ഹസ്ബൻഡ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ട്. എൻഡ് ഓഫ് ദി ഡേ എന്നെ പോലത്തെ ആളുകൾ നോക്കുക പെട്ടിയിൽ പൈസ വീണോന്നാണ്. വൺസ് അഗൈൻ എല്ലാവരും രാവിലെ മുതൽ ഇവിടെ ഉണ്ട്, എല്ലാവരും വെയിറ്റിംഗിലാണ്. ഞാൻ ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്നത് നമ്മളെ അബിൻ അബ്ദുറഹ്മാൻ ആൻഡ് ഇൻഷാ നവ. രണ്ടുപേരും യങ് എന്റർപ്രണേഴ്സ് ആണ്. ശരിക്ക് നിങ്ങളെല്ലാവർക്കും അറിയുന്ന ഗ്രീൻസ് ജിമ്മ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതിന്റെയും ഓണേഴ്സ് തന്നെയാണ് ഇവര് 2019 സ്റ്റാർട്ട് ചെയ്ത ഫിറ്റ് വിത്ത് ATP എന്നുള്ള പേരിലുള്ള ഒരു ഫേം, ഫിറ്റ്നസ്, അതായത് ട്രെയിനിങ്, ഓൺലൈൻ ഫിറ്റ്നസ് ട്രെയിനിങ്. ആ ഒരു സമയത്ത് ഇവർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫസ്റ്റ് ടൈം അല്ലേ, കേരളത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും. കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് നമ്മളെ ജിമ്മിൽ കണ്ടിരുന്ന, നമ്മൾ ഓഫ്ലൈനായിട്ട് കണ്ടിരുന്ന ജിമ്മിനെ ഓൺലൈനിലേക്ക് കൊണ്ടുവന്ന് വീട്ടിലുള്ളവർക്ക് ഫിറ്റ്നസ് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന് ഇന്നിപ്പോ 2025 ആയപ്പോഴേക്കും ഏകദേശം 51ഓളം രാജ്യങ്ങളിൽ ഇന്ന് അവർ സർവീസ്, ഏകദേശം ഒരു 25,000 അബവ് കസ്റ്റമേഴ്സ് അല്ലെ, 25,000-ലധികം കസ്റ്റമേഴ്സുമായിട്ട് ഇന്ന് അവര് മുന്നിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ നമ്മള് ടോക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. നിങ്ങൾക്ക് അറിയാം, യങ് കപ്പിൾ എന്റർപ്രണർഷിപ്പ് ടോക്കാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതായത് വെറും ഒരു എന്റർപ്രണർഷിപ്പിനെ പറ്റി സംസാരിക്കുക, ഓണ്ടർപ്രണറായി മാറുക, അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരനായി മാറുക എന്നുള്ളതിന്റെ അപ്പുറം ഈ യങ്ങർ ഏജിൽ തന്നെ എങ്ങനെ ഒരു ഓണ്ടർപ്രണറായിട്ട് മാറാം, എന്തൊക്കെയാണ് അതിന്റെ ചലഞ്ചസുകൾ, അതുപോലെ തന്നെ ഒരു കപ്പിൾ എന്റർപ്രണർഷിപ്പ്, അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം പാർട്ട്നേഴ്സ് ആകുമ്പോൾ കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലും വക്കാണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതിനൊക്കെ അപ്പുറം എങ്ങനെ ഒരു ബിസിനസ് 51 രാജ്യങ്ങളിലേക്ക് ഇവർ എത്തിച്ചു എന്നുള്ളതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. യെസ്, എൻ്റെ പേര് അബിൻ എന്നാണ്. ഞാൻ ആക്ച്വലി പെരിന്തൽമണ്ണ തന്നെയായിരുന്നു ഒരു 5 വർഷം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഐ എം സോ ഗ്രേറ്റ്ഫുൾ ഫോർ പെരിന്തൽമണ്ണ സിറ്റി. കാരണം ഞാൻ ബിസിനസ് പഠിച്ചതും ആളുകളായിട്ട് കമ്മ്യൂണിക്കേഷൻ പഠിച്ചതും ലീഡർഷിപ്പ് പഠിച്ചതും എന്താന്നൊക്കെ ഇതിനെപ്പറ്റി എല്ലാം മനസ്സിലാക്കിയത് പെരിന്തൽമണ്ണ സിറ്റിയിൽ നിന്നാണ്. ഇതിൻ്റെ തൊട്ട് താഴത്തുള്ള ജിമ്മിലായിരുന്നു ഒരു 5 ഇയേഴ്സോളം ഉണ്ടായിരുന്നു. അന്ന് ഞാനൊരു റിസപ്ഷനിൽ നിൽക്കുക എന്നുള്ളത് മാത്രമായിരുന്നു എൻ്റെ ഡ്യൂട്ടി. അവിടുന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്തു, ആളുകളായിട്ട് കമ്മ്യൂണിക്കേഷൻ പഠിച്ചു, ട്രെയിനിങ് എന്താണെന്ന് പഠിച്ചു, എങ്ങനെ എക്സസൈസ് കൊടുക്കണം എന്ന് പഠിച്ചു. അവിടുന്ന് ഓൺലൈൻ ട്രെയിനിങ് ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട്, ആദ്യമായിട്ട് ഞാൻ ഓൺലൈൻ ക്ലാസ് കൊടുക്കുന്നത് എൻ്റെ ജിമ്മിൽ വെച്ചിട്ടാണ്. അവിടുന്ന് എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്താണ് ഓൺലൈൻ ട്രെയിനിങ്. പിന്നെ ഇതിൻ്റെ സാധ്യതകൾ മനസ്സിലായി. കോവിഡ് വന്നപ്പം നമ്മൾ പറയാം എല്ലാവർക്കും ഓരോ സമയമുണ്ടെന്ന് പറഞ്ഞ പോലെ നമ്മുടെ സമയമായത് കോവിഡ് ടൈമിലായിരുന്നു. അങ്ങനെ കോവിഡ് ടൈമിൽ ഇതിൻ്റെ ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കി വലിയ രീതിയിലേക്ക് ഗ്രോത്തിൽ വന്നു. ഇപ്പം വലിയ ടീം സൈസ് ഓൾമോസ്റ്റ് 40-50 അടുത്തായിട്ടുണ്ട്. 50ഓളം മെമ്പേഴ്സ് നമ്മുടെ ടീമിലുണ്ട്. അതിൽ ഒരുപാട് ട്രെയിനേഴ്സ് ഉണ്ട്, ഒരുപാട് ന്യൂട്രീഷനിസ്റ്റുകളുണ്ട്, ഒരുപാട് അഡ്മിൻസ്, പിന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കംപ്ലീറ്റ്ലി ഞങ്ങൾ ഇവർക്ക് ഔട്ട്സോഴ്സ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ വലിയൊരു ടീമായിട്ട് ഇപ്പം ഗംഭീരമായിട്ട് പോകുന്നുണ്ട്. ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ മുമ്പിൽ ബാക്കിയുണ്ട്, അതിനു വേണ്ടിയിട്ട് യാത്രയിലാണ്. ഹലോ, ഐ എം ഇൻഷ, കാലിക്കറ്റിൽ തന്നെയാണ്. ഞാൻ എന്താ പറയുക, ബിസിനസ്സിനെ പറ്റി ഒന്നും അറിയാത്ത ഒരാളാണ്. കല്യാണത്തിന് ശേഷമാണ് ATPയിലേക്ക് ഇറങ്ങുന്നത്. അത് തന്നെ ഇപ്പോൾ ഒരു 2-3 ഇയേഴ്സ് ആയിട്ടുള്ളൂ. 3 കുട്ടികളുടെ ഉമ്മയാണ്. അപ്പം അതിന് ആ ഒരു പ്രഗ്നൻസി ആൻഡ് ഡെലിവറി പീരീഡിൽ ഒന്നും ചെയ്യാതെ ഇപ്പം ഇതിലേക്ക് ഇറങ്ങിയിട്ടുള്ളൂ. ദെൻ ആ ഒരു ഇൻസൈറ്റ്സ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ലവ് സ്റ്റോറി പറഞ്ഞുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഒരു ലവ് സ്റ്റോറി ആണ് ഉള്ളത്. അപ്പോൾ ജസ്റ്റ് അത് നമുക്ക് അതൊന്ന് നമ്മളെ ടീമിന് അതൊന്ന് അറിയട്ടെ ആദ്യം ഒന്ന്. ഇൻഷനെ ഞാൻ പരിചയപ്പെടുന്നത് ചിലപ്പോൾ അതീ പറഞ്ഞ പോലെ ഓരോ നിയോഗങ്ങളായിരിക്കും. ഞാൻ ആദ്യം ഒരു കോളേജിലാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ പഠിക്കാൻ അത്ര മിടുക്കണമൊന്നും അല്ലാത്തതുകൊണ്ട് ഞാൻ ഡ്രോപ്പ് ചെയ്ത് തിരിച്ച് വരിക ചെയ്ത്. അങ്ങനെ ഒരു വർഷം എൻ്റെ ഇത് പോയി. അങ്ങനെ ഗുരുവായൂരപ്പൻ കോളേജിൽ പോകുന്ന സമയത്താണ് ഞാൻ ഫൈനൽ ഇയർ പഠിക്കുമ്പോൾ ഇവളവിടെ ഫസ്റ്റ് ഇയർ പഠിക്കുന്നുണ്ട് കാണുന്നത്, പരിചയപ്പെടുന്നതും. അവിടുന്ന് നമ്മൾ ഇഷ്ടപ്പെട്ട് കാര്യങ്ങൾ അന്ന് മുതലേ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അന്ന് മുതലേ ഞാൻ ഇതിനെപ്പറ്റിയൊക്കെ, അന്ന് ATP സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, പക്ഷെ അന്ന് മുതലേ നമ്മൾ ഡിസ്കഷനിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുമ്പോൾ ഇതെപ്പോഴും വരും, സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം. അന്ന് നമ്മൾ ഗ്രീൻസ് എന്നുള്ളത് എൻ്റെ മദറാണ് അതിൻ്റെ ഫൗണ്ടറും, മദറാണ് അതിൻ്റെ മാനേജിങ് ചെയർമാനൊക്കെ മദറാണ്. പക്ഷെ എപ്പോഴും സ്വന്തമായിട്ട് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളൊരു മേ ബി എൻ്റെ മൈൻഡ് എപ്പോഴും ഇതിലായിരിക്കും. അപ്പം അങ്ങനെ
സ്റ്റാർട്ട് ചെയ്തു. അവിടുന്ന് ഞാൻ വൈഫിനെ കാണുന്നു. മേ ബി നമ്മുടെ ഡിസ്കഷനിലൊക്കെ ഒരുപാട് ഇത് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനതിൽ ഡെപ്തിലേക്ക് ഇറങ്ങി. ഒരു ടൈം ആകുമ്പോൾ എനിക്ക് തോന്നി മാരേജിനേക്കുള്ള ടൈമായി. ഞാൻ തന്നെ വീട്ടിൽ പ്രസന്റ് ചെയ്തു. അപ്പോൾ എനിക്ക് അത്യാവശ്യം ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ തുടങ്ങി. സ്വന്തമായിട്ട് ഇൻഡിപെൻഡൻ്റ് ആവാൻ തുടങ്ങിയപ്പം എനിക്ക് തോന്നി വൈഫിൻ്റെ വീട്ടിൽ പോയി ചോദിക്കാമെന്ന് പറഞ്ഞ് ഒരു ടൈം ആയപ്പം അത് ഞാൻ പൊതുവേ പറയാറുണ്ട്, നമുക്കൊരു ഗോൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കുറേ ആളുകൾ ഇവിടെ ഇരിക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് ഇപ്പോഴേ ഒരു ക്ലാരിറ്റി വേണം. എന്താണ് നിങ്ങളുടെ ഒരു നെക്സ്റ്റ് 3 ഇയർ ഗോൾ, 5 ഇയർ ഗോൾ എന്നുള്ളൊരു ക്ലാരിറ്റി ഉണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഇവിടെ ഇരിക്കുന്ന സമയത്ത് തന്നെ എൻഡ് റിസൾട്ട് കാണാൻ പറ്റിയാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും. അതിലേക്ക് എത്താനുള്ള ചാൻസസ് ഭയങ്കര കൂടും. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ഞാൻ ഒരു ഗോൾ വെച്ചിട്ടുണ്ടായിരുന്നു, എങ്ങനെയെങ്കിലും വലിയ ഇൻകം ജനറേറ്റ് ചെയ്യണം എന്നുള്ളതും. ഇവളെ കല്യാണം കഴിക്കണം എന്ന് അറിയാലോ, നമുക്ക് സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കൊരു ആഗ്രഹമായിരിക്കും. അപ്പം അന്ന് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നൊരു, ഞാൻ അന്നൊരു ട്രെയിനിങ് പ്രോഗ്രാമിലൊക്കെ ഒരുപാട് ക്ലാസ് ഒക്കെ ഇതേപോലെ അന്നും കേൾക്കാൻ പോയിരുന്നു. അവിടെ ഒരു ക്ലാസ് കേട്ട സമയത്ത് അവരൊരു ആക്ടിവിറ്റി തന്നു, ഒരു ടാസ്ക് തന്നു. നിങ്ങൾക്കൊക്കെ ഇത് ഇംപ്ലിമെന്റ് ചെയ്യാം. ഇപ്പോൾ പ്രത്യേകിച്ച് ഞാൻ മനസ്സിലാക്കിയുള്ളൂ 18 to 22 വയസ്സ് മെജോറിറ്റി ആളുകൾ അതിലാണെന്നാണ് പറഞ്ഞത്. നിങ്ങൾ ഇതേ പ്രായത്തിൽ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 18 വയസ്സിലാണ് ഞാൻ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പം, ഞാൻ ഇതിലേക്ക് വരാം, ലവ് സ്റ്റോറിയിലേക്ക് വരുന്നതാണ്. അപ്പം അന്ന് ഞാൻ ഒരു ക്ലാസ്സിൽ എനിക്കൊരു ടാസ്ക് തന്നതാണ്, 5 വർഷം കഴിഞ്ഞാൽ നിങ്ങൾ ആരാണോ ആവാൻ പോകുന്നത്, ഇന്ന് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നു അല്ലേ, നിങ്ങളെല്ലാവരും ഇവിടെ ഇരിക്കുന്നുണ്ട്. 5 വർഷം കഴിഞ്ഞാൽ നിങ്ങൾ ഏത് ഡെസ്റ്റിനേഷനിലേക്കാണോ എത്താൻ പോകുന്നത് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പുസ്തകം ക്രിയേറ്റ് ചെയ്യണം. എന്നിട്ട് പുസ്തകം ക്രിയേറ്റ് ചെയ്യുന്ന സെൻസ് 5 വർഷം കഴിഞ്ഞാൽ ഞാനൊരു വലിയ കാർ എടുക്കും. അങ്ങനെയാണെങ്കിൽ ആ കാറിൻ്റെ ഒരു പിക്ചർ ആ പുസ്തകത്തിൽ ഒട്ടിച്ചു വെക്കണം. എന്നിട്ട് അതിൽ എഴുതണം, ഇന്ന വർഷം ഞാൻ ഈ കാറ് വാങ്ങും. നിങ്ങളൊരു വലിയ വീട് വെക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വലിയൊരു വീടിൻ്റെ ഏകദേശം രൂപസാദൃശ്യമുള്ള ഒരു വീടിൻ്റെ ഫോട്ടോ ഒട്ടിച്ചിട്ട് ഇന്ന വർഷം ഞാൻ ഈ വീട് വെക്കും. ഫ്യൂച്ചർ അല്ലെങ്കിൽ ഒരുപാട് രാജ്യം സന്ദർശിക്കണം എന്നാഗ്രഹം. ഇപ്പം നമ്മളൊക്കെ എൻ്റെയൊക്കെ ആ പ്രായത്തിൽ നമ്മുടെ ഗോൾ പറഞ്ഞെങ്കിൽ കുറേ രാജ്യങ്ങൾ പോകണം, കുറേ വലിയ കാറ് വാങ്ങണം, വലിയ ബൈക്ക് വാങ്ങണം. അതിലൊന്നായിരുന്നു ഇവളെ കല്യാണം കഴിക്കണം എന്നുള്ളത്. അതിലൊന്നായിരുന്നു 5 വർഷം കഴിഞ്ഞാൽ ഞാൻ ഇൻഷനെ കല്യാണം കഴിച്ച് എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരണം. അന്നത്തെ ഒരു ഗോൾ. അന്നിപ്പോൾ ഇങ്ങനെ ഒരു ക്ലാസ്സിൽ എൻ്റെ അടുത്ത് അന്നത്തെ കോച്ച് പറഞ്ഞു, ഇങ്ങനൊരു സംഭവം ചെയ്യണം, ഇത് ഭയങ്കരമായിട്ട് വർക്കാവും. അങ്ങനെ ഒരുപാട് പേര് വർക്കായിട്ട് നിങ്ങൾ ഈ ടാസ്ക് ചെയ്തിട്ട് നാളെ വരണം എന്ന് പറയും. 2 ദിവസത്തെ ക്ലാസ്സാണ്. അങ്ങനെ ഞാൻ ഇദ്ദേഹം പറഞ്ഞ് കേട്ടിട്ട് ഞാൻ ഒരു പുസ്തകം ഉണ്ടാക്കി. പുസ്തകത്തിൽ ഇങ്ങനെ ഓരോ പിക്ചേഴ്സൊക്കെ ഒട്ടിച്ചു. ഇന്ന വർഷം കഴിഞ്ഞാൽ ഇന്നത് നേടും, ഇന്ന വർഷം കഴിഞ്ഞാൽ ഇന്നത് നേടും എഴുതി ഞാനൊരു ക്ലാരിറ്റി ഉണ്ടാക്കി. അന്നാണ് എനിക്ക് ലൈഫിൽ ഒരു ക്ലാരിറ്റി കിട്ടുന്നത്. ഞാൻ ഡിഗ്രി ഫൈനൽ ഇയർ പഠിക്കുന്ന സമയമാണ്, 3rd ഇയർ കോളേജിൽ. അങ്ങനെ ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞ് ആ ടാസ്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ക്ലാസ്സൊക്കെ കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു, വർഷങ്ങൾ കഴിഞ്ഞു, ഒരുപാട് വർഷം കഴിഞ്ഞ് 5 വർഷം കഴിഞ്ഞു ഈ ചെയ്തിട്ട്. അങ്ങനെ ഒരു ദിവസം ഈ ബുക്ക് എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. ഈ പുസ്തകം ഞാൻ എവിടെയാണ് വെച്ചതെന്നൊക്കെ ഞാനത് മറന്നുപോയി. ഒരു ദിവസം എൻ്റെ സിസ്റ്റർ എന്നെ വിളിച്ചിട്ട് പറയും, ഇങ്ങനെ ഒരു പുസ്തകം കിട്ടിയിട്ടുണ്ട്. എൻ്റെ സിസ്റ്റർ വീട്ടിൽ വെച്ച് മറന്നുപോയതാ. അപ്പോൾ സിസ്റ്റർ എന്നെ വിളിച്ചിട്ട് പറയും, ഇങ്ങനെ ഒരു പുസ്തകം കിട്ടിയിട്ടുണ്ട്, ഒന്ന് നീ വന്ന് മറച്ചു നോക്ക്, നീ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്താണ് ഈ പുസ്തകം? അതിപ്പോൾ എക്സൈറ്റ്മെന്റ് വരാൻ മാത്രം എന്താ ഇപ്പോൾ ഈ ബുക്കിലുള്ളത്? ഞാനത് മറന്നു തന്നെ പോയി ചെയ്തൊക്കെ. അപ്പം 5 വർഷങ്ങൾക്ക് ശേഷം ഈ ബുക്ക് എൻ്റെ കയ്യിൽ തിരിച്ചു കിട്ടുക. അപ്പോൾ ആ പുസ്തകം ഞാൻ തുറന്ന് ആദ്യത്തെ പേജ് ഞാൻ മറക്കുക. അതിൽ ആദ്യത്തെ പേജിൽ ഞാൻ മറച്ച സമയത്ത് ആ 18 വയസ്സുകാരൻ, ഞാൻ ഡിഗ്രി ഫൈനൽ ഇയർ പഠിക്കുമ്പോൾ ഞാൻ അതിൽ ഫസ്റ്റ് ഒട്ടിച്ചു വെച്ച പിക്ചർ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു വൈറ്റ് കളർ മെഴ്സിഡീസ് ബെൻസ് കാർ എനിക്ക് വാങ്ങണം. അതാണ് അന്ന് എൻ്റെ ഡ്രീമായിരുന്നു. ഒരു വൈറ്റ് കളർ മെഴ്സിഡീസ് ബെൻസ് കാർ എനിക്ക് വാങ്ങണം എന്നായിരുന്നു എൻ്റെ ഡ്രീം. ഇന്ന് എൻ്റെ കാർ ഷെഡിൽ അതേ വൈറ്റ് കാറ് മെഴ്സിഡീസ് ബെൻസ് എൻ്റെ വീട്ടിലാണ്. അപ്പം ഇത് ഒരു എക്സാമ്പിൾ അല്ല, അടുത്ത പേജ് ഞാൻ മറിച്ചു. ഇത് 5 വർഷത്തെ, അന്നെൻ്റെ കയ്യിൽ ലൈസൻസ് ഇല്ല, എൻ്റെ കയ്യിൽ പാസ്പോർട്ട് ഇല്ല, ഒന്നുമില്ല. അങ്ങനെ ആ ടൈമിൽ ഫിനാൻഷ്യലി ഞാൻ ഇൻഡിപെൻഡൻ്റ് അല്ല. രണ്ടാമത്തെ ഫാമിലി വൈസും അങ്ങനെ ഭയങ്കര റിച്ച് ഒന്നല്ല, എന്നാലും ഭയങ്കര സപ്പോർട്ടാണ്. സെക്കൻഡ് പേജ് ഞാൻ മറിച്ചപ്പോൾ അതിൽ ഞാൻ കാണുന്നത് കുറേ രാജ്യങ്ങൾ ഇങ്ങനെ വിസിറ്റ് ചെയ്യണം. എനിക്ക് സൗദി പോകണം, ദുബായ് പോകണം, മാൽദീവ്സ് പോകണം, അങ്ങനെ ഒരുപാട് രാജ്യങ്ങൾ പോകണം എന്നുള്ളതായിരുന്നു. സെക്കൻഡ് പേജിൽ ഞാൻ ഇങ്ങനെ പിക്ചേഴ്സ് ഒട്ടിച്ചു. അപ്പോൾ രണ്ടാമത്തെ പേജ് ഞാൻ ഓടിച്ചപ്പം ഈ പിക്ചേഴ്സൊക്കെ അതിൽ കണ്ടു. കുറേ രാജ്യങ്ങൾ സന്ദർശിക്കണം എന്നൊക്കെ ഉള്ള പിക്ചേഴ്സ് ഞാൻ 18 വയസ്സായപ്പം 2019 ആ ടൈമിൽ 18 ഒട്ടിച്ച് വെച്ചാണ്.
ഇന്ന് ഞാൻ ഏകദേശം 10ഓളം രാജ്യം ഞാൻ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അന്ന് പാസ്പോർട്ട് ഇല്ലാത്ത സമയത്ത് ഞാൻ ഒട്ടിച്ചു വെച്ചൊരു കാര്യമാണ്, അതിലേക്ക് എത്തി. അതിൽ 3ാമത്തെ പേജ്, ഞാൻ അതിലേക്ക് വരികയാണ്. 3ാമത്തെ പേജിൽ ഞാൻ അന്ന് ഒട്ടിച്ചു വെച്ചത് ഇവളുടെ ഫോട്ടോ വരും. ഇവളെ ഫോട്ടോ ഞാൻ ഒട്ടിച്ചു വെച്ചു. എന്നിട്ട് ഞാൻ പറയുന്നത് 2023 ഞാൻ ഇവളെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരും, അങ്ങനെയാണ് ഞാൻ അതിൽ ഒട്ടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത്ഭുതം എന്താ വെച്ച് കഴിഞ്ഞാൽ 2023 മുമ്പേ ഇവളെൻ്റെ വീട്ടിലെത്തിയെന്ന് മാത്രമല്ല, 2023 ആയപ്പോഴത്തേനും എനിക്ക് 2 കുട്ടികളായി. ഇത് ഒരു ഗോൾ സെറ്റിങ്ങിന്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ് ഞാൻ പറയാം. ഫോർ എക്സാമ്പിൾ, അന്ന് വിവാഹം നടക്കാൻ യാതൊരു ചാൻസും ഇല്ലാത്തൊരു ടൈമാണ്. കാരണം ഇവളെ സിസ്റ്റർ കല്യാണം കഴിച്ചിട്ടില്ല, ഇവളെ സിസ്റ്റർ പോലും കല്യാണം കഴിച്ചിട്ടില്ല ആ ടൈമിൽ. അപ്പം നമ്മളത് പ്രാക്ടിക്കലി നടക്കാൻ ചാൻസ് ഇല്ല. ഇവളെ ഫാദറും അങ്ങനെ ഫിനാൻഷ്യലി റെഡിയായി വരുന്ന, മാരേജിനൊക്കെ ആദ്യത്തെ കുട്ടികളാണ്, മാരേജിനൊക്കെ പ്രിപ്പയർഡ് ആവുന്നു, അവർക്കും ഫിനാൻഷ്യലുള്ള സംഭവങ്ങളൊക്കെ ബുദ്ധിമുട്ടുകൾ. പക്ഷെ എനിക്ക് എന്തോ ഒരു ഗോൾ ഉണ്ട്, ഒരു ടാർഗറ്റ് ഉണ്ട്, അതിലേക്ക് ഞാൻ എത്തും, ഞാൻ അതിന് ഇൻഡിപെൻഡൻ്റ് ആവും, ഞാൻ പൈസ ഉണ്ടാക്കും, എനിക്ക് ചോദിക്കാൻ പറ്റും എന്നൊക്കെ ഉള്ളത് വന്നതുകൊണ്ടും കറക്റ്റ് ടൈമിലേക്ക് എനിക്കതിനൊരു ക്ലാരിറ്റി വന്നു. അവസാനം ഇങ്ങനെ ഈ പ്രപഞ്ചം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നൊക്കെ പറയാലോ, ഇവളെ ഫാദർ ഡെസിഷൻ എടുത്തു, ഇവളെ സിസ്റ്ററേയും ഇവളെ ഒരുമിച്ച് കല്യാണം കഴിപ്പിക്കുക എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തി. അതേ തീരുമാനത്തിലാണ് ഞാൻ ചെന്നത്, ചോദിക്കുന്നു, അന്വേഷണം നടക്കുന്നു. അങ്ങനെ പെരിന്തൽമണ്ണയിൽ അങ്ങനെ വലിയ ചീത്തപ്പേരൊന്നും ഇല്ലാത്തതുകൊണ്ട് ഉപ്പ ഇവിടെ നിന്ന് അന്വേഷിച്ചു. എപ്പോഴും പള്ളിയിലൊക്കെ പോകാറുണ്ട്, പിന്നെ എപ്പോഴും ജിമ്മിൻ്റെ ഉള്ളിൽ തന്നെയാണ്. അപ്പം അങ്ങനെയൊക്കെ ഉള്ളതായതുകൊണ്ട് താഴത്തുള്ള പല ഷോപ്പിൽ ഇവിടെ തന്നെയാണ് ചോദിച്ചിരുന്നത്. ഇവിടുത്തെ പല ഷോപ്പുകളിലൊക്കെ അന്വേഷണം നടത്തിയപ്പം കുഴപ്പമില്ലാന്ന് തോന്നിയപ്പം വിവാഹം നടന്നു. അതാണ് ഒരു ലവ് സ്റ്റോറി എന്ന് എനിക്ക് പറയാനുള്ളത്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കൂടെ ഫുൾ ടൈം കാര്യങ്ങളുണ്ട്. എന്തെങ്കിലും ആഡ് ഓൺ ചെയ്യണമെങ്കിൽ ഇതാണ് എൻ്റെ ലവ് സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അത് നല്ലൊരു ഡെസിഷൻ ആയിരുന്നു എല്ലാം കൊണ്ടും. അപ്പോ മാനിഫെസ്റ്റേഷൻ അല്ലെ, സിംപ്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മുൻകൂട്ടി കാണുക, കണ്ട് പ്രവൃത്തിയിലേക്ക് ഇതാക്കുക, നമ്മൾ വരച്ചു വെക്കുക അല്ലെ ആദ്യം ഒന്ന്. ഓക്കെ, നെക്സ്റ്റ് ഇപ്പൊ എനിക്കുള്ളത്, നമ്മളിപ്പോ കപ്പിൾ എന്റർപ്രണർഷിപ്പിന്റെ ഒരു ടോക്കാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ശരിക്ക് കപ്പിൾ എന്റർപ്രണർഷിപ്പ് എന്നുള്ളതുകൊണ്ട് നിങ്ങൾ അർത്ഥം വെക്കുന്നത്? ഈ ഒരു ടെക്നിക്കൽ ടേം ഇപ്പോഴാണ് ഭയങ്കര വൈറലായെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കപ്പിൾ ഓൺടർപ്രണർഷിപ്പ്, ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്നുള്ള രീതിയിലേക്ക് ചെയ്യുന്നത്. പക്ഷെ ഇതൊന്നും നമുക്ക് അതിനെ പറ്റി വലിയ നോളജ് ഒന്നും ഇല്ല. നമ്മൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്ത് ജോലി ചെയ്യുന്നു എന്നുള്ളതാണ്. അങ്ങനെ അതുപോലത്തെ ഇപ്പൊ ഇൻഷ പറഞ്ഞ പോലെ തന്നെ നമ്മളങ്ങനെ ഒരു കപ്പിൾ ഓൺടർപ്രണർഷിപ്പിന്റെ സാധ്യതകൾ മനസ്സിലാക്കിയിട്ട്, അല്ലെങ്കിൽ അതിന് ഇത്ര മാർക്കറ്റിംഗിൽ ഇത്ര വാല്യൂ, ഇതൊന്നും ഞങ്ങൾക്ക് അറിയൊന്നുമില്ല. ഞങ്ങളിപ്പോൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടും റീസെൻ്റ്ലി ആണ് തുടങ്ങിയത്. പക്ഷെ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താ വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലായത്, നമ്മളെപ്പോഴും ഇപ്പം ഹസ്ബൻഡും വൈഫും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ടാവും, ഡിസ്കസ് ചെയ്യാനുണ്ടാവും. അപ്പോൾ പൊതുവേ ഓഫീസിൽ ഉണ്ടാവുന്ന പല സ്ട്രെസ്സും വീട്ടിൽ വന്നാൽ ചിലപ്പോൾ വൈഫിന് മനസ്സിലാവാത്തതായിരിക്കും ഇവരുടെ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം. പക്ഷെ വൈഫിൻ്റെ സ്ട്രെസ്സ് പലപ്പോഴും വീട്ടിലുണ്ടാവുന്ന പല സ്ട്രെസ്സും തിരിച്ച് നമുക്ക് മനസ്സിലാൻ പറ്റണമെന്നില്ല. ഇത് നമുക്ക് മ്യൂച്വലി മനസ്സിലാവും. എൻ്റെ സ്ട്രെസ് അവൾക്ക് മനസ്സിലാവും, അവൾ ഫേസ് ചെയ്യുന്ന സ്ട്രെസ് എനിക്ക് മനസ്സിലാവും. ഇതിൻ്റെ സാധ്യതകളെല്ലാം പറയുന്നത് കപ്പിൾ ഓൺടർപ്രണർഷിപ്പ് എന്നുള്ള രീതിയിലേക്ക് നമ്മൾ കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാം. ഓക്കെ, ഇന്ന് അബിൻക്ക് ഇത്രയും ഇതിൻ്റെ ബുദ്ധിമുട്ടുണ്ട്, അന്ന് ക്ലാസ്സുകളുണ്ട്, ഇന്ന് രാത്രി എനിക്ക് വെബിനാർ ഉണ്ട്. അപ്പോൾ അവൾ പറയും, അബിൻക്ക് അന്ന് രാത്രി ക്ലാസ് ഉണ്ട്, ഇന്നിപ്പോൾ ഉറങ്ങണം, ഉച്ചയ്ക്ക് ഉറങ്ങിയാലേ അബിൻക്ക് ക്ലാസ് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു സപ്പോർട്ട് ചിലപ്പം അതറിയാത്തൊരു വൈഫിന് ചിലപ്പോൾ തരാൻ പറ്റിയെന്ന് വരില്ല. അല്ലെങ്കിൽ എൻ്റെ അടുത്ത് പറയും, നമ്മൾ മന്ത്ലി ടാർഗറ്റിലേക്ക് എത്താൻ ടൈം ആയിട്ടുണ്ട്, നമ്മൾ കുറച്ചുകൂടെ ആവേശത്തിൽ വർക്ക് ചെയ്യണം. പിന്നെ ഞാൻ പറയും, കുട്ടികളെ ഞാൻ നോക്കും, എനിക്കറിയാം 3 കുട്ടികളെ നോക്കാനുള്ള ബുദ്ധിമുട്ട്. അപ്പോൾ ഞാൻ പറയും, കുട്ടികളെ ഞാൻ നോക്കാം കുറച്ച് നേരം. അപ്പം അത് അവളും വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മളെ കമ്പനീൻ്റെ മാർക്കറ്റിംഗ് ഹെഡ് വൈഫാണ്. അപ്പോൾ എനിക്ക് അവളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. ഞാൻ വൈഫിൻ്റെ അടുത്ത് പറയും, എനിക്ക് കുട്ടികളെ ഞാൻ നോക്കാം, നീ വീഡിയോ അപ്ലോഡ് ചെയ്തോ. എഡിറ്റിങ്ങും മാർക്കറ്റിംഗ് ഒക്കെ വൈഫാണ് ചെയ്യുന്നത്. ഷൂട്ടിംഗ് ചെയ്യാൻ നമ്മൾ ടീം മെമ്പർ ഉണ്ട്. പക്ഷെ എന്നാലും അതിലെങ്ങനെ ഹുക്ക് പ്ലേസ് ചെയ്യണം, എങ്ങനെ എത്ര മണിക്ക് വീഡിയോ ഇടണം, അല്ലെങ്കിൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ എങ്ങനെ ആയിരിക്കണം, ഇതെല്ലാം വൈഫിൻ്റെ കൺട്രോളിലാണ് പോകുന്നത്. അവൾ ചെയ്താലേ അത് റിസൾട്ട് കിട്ടുള്ളൂ എന്ന് എനിക്കറിയാം. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം ഞാൻ അതിൻ്റെ ഫൗണ്ടറാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അവളത് ചെയ്യണം. അപ്പോൾ ആ ടൈമിൽ എല്ലാ കുട്ടികളും എൻ്റെ അടുത്തായിരിക്കും. അപ്പോൾ ഈ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് കപ്പിൾ ഓൺടർപ്രണർഷിപ്പിൽ വർക്കാവും. നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവർ ഫേസ് ചെയ്യുന്ന ചാലഞ്ചസ് എന്താണെന്നുള്ളത്, ഞാൻ ഫേസ് ചെയ്യുന്ന ചാലഞ്ചസ് എന്താണെന്ന് അവർക്ക് മനസ്സിലാവും. ഇനി എന്തെങ്കിലും ആഡ് ഓൺ ചെയ്യാനുണ്ടെങ്കിൽ വൈഫും കൂടെ പറയും. ഞാനൊരു ക്വസ്റ്റ്യൻ. ഓക്കെ,
അപ്പോ ഇതിലിപ്പോ ഒരു ഡിസിഷൻസ് എടുക്കേണ്ടതിൽ ചിലപ്പോ വൈഫ് എടുക്കുന്ന ഡിസിഷൻ ചിലപ്പോ അംസാറിന് ചിലപ്പോ ഇഷ്ടപ്പെട്ടോളന്നില്ല. അപ്പൊ എങ്ങനെയാണ് ഈ റോൾസിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്? ലൈക്ക് ആരൊക്കെ ഡിസിഷൻസ് എടുക്കണം, എങ്ങനെയാണ് ഒരു റോൾസിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ഇതിലെ? നമ്മള് എന്തോ നമ്മള് തമ്മിൽ എന്തോ പൊരുത്തമുള്ളത് കൊണ്ടായിരിക്കും എനിക്കറിയില്ല. ഇപ്പൊ അഭിക്കാക്ക് ഒരു ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ ആദ്യം എന്നോട് സംസാരിക്കും. അത് സംസാരിച്ച് നമ്മള് ക്ലാരിറ്റി വരുത്തും. എന്നിട്ട് ഞാൻ അതിലൊരു കാര്യം പറയും. രണ്ടും കൂടെ ഒരു ഡിസിഷൻ ആക്കും. അങ്ങനെയാണ് പൊതുവെ ചെയ്യാറ്. അതല്ലെങ്കിൽ പിന്നെ ഇപ്പൊ സെയിൽസിലോ അങ്ങനെയൊക്കെ ഡിസിഷൻസ് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പം ഒറ്റയ്ക്ക് തന്നെ എടുക്കുന്നുണ്ടാവും. ഇനി മാർക്കറ്റിംഗിലാണ് ഞാൻ മെയിനായിട്ട് ഇറങ്ങുന്നത്. അപ്പൊ അതില് ഡിസിഷൻസ് നമ്മൾ ഒരുമിച്ചാണ് പൊതുവെ എടുക്കാറ്. റോൾസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടോ ശരിക്കും? ഇന്ന ആൾക്കാർക്ക് ഇന്നത് അങ്ങനെ നമ്മൾ രണ്ടുപേരുടെ ഇടയിലാണോ അതോ സ്റ്റാഫിന്റെ ഇടയിലാണോ? നിങ്ങളെ ഇടയിൽ ആ അപ്പം പറഞ്ഞോ. മാർക്കറ്റിംഗ് അങ്ങനെ അങ്ങനെ മാർക്കറ്റിംഗ് മെയിനായിട്ട് ഞാനാണ്. ബട്ട് എനിക്ക് എപ്പോഴും സപ്പോർട്ട് വേണം. സപ്പോർട്ട് ഇല്ലെങ്കിൽ പിന്നെ ഞാൻ ചെയ്യില്ല. അത് വൈഫ് ആയതുകൊണ്ടുള്ളതായിരിക്കും. ശരിക്കും ഒരു ബോസ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ കറക്റ്റ് ആയിട്ട് ചെയ്യും. പക്ഷെ ഹസ്ബൻഡ് ആണെന്നുള്ളത് കൊണ്ട് എനിക്ക് സപ്പോർട്ട് ഇല്ലെങ്കിൽ ഞാൻ ചെയ്യില്ല എന്നുള്ള അങ്ങനത്തെ ഒരു ഇതാണ്. അപ്പം പല കാര്യങ്ങളിലും ഞാൻ ചോദിച്ച് അതിന് അല്ലെങ്കിൽ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച്. സി എന്നെ സംബന്ധിച്ചിടത്തോളം ഇവളെങ്ങനെ എപ്പോഴും ഒരു ഹാപ്പി ഫ്രീക്വൻസിയിൽ കൊണ്ടു കിടക്കുക എന്നുള്ളതാണ് എൻ്റെ ഡ്യൂട്ടി. ഇവള് ഹാപ്പി ആണെങ്കിൽ നമ്മുടെ അക്കൗണ്ട് റീച്ച് കയറും, നമുക്ക് നല്ല വ്യൂസ് വരും, നമുക്ക് കുറെ അഡ്മിഷൻ വരും. ഇവള് സ്ട്രെസ്ഡ് ആണെങ്കിൽ, ഇവളെന്തെങ്കിലും പ്രശ്നമാണ്, നമ്മൾ തമ്മിൽ ഫൈറ്റ് കിടക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ കുട്ടികളുടെ കാര്യത്തിൽ എന്തെങ്കിലും സ്ട്രെസ് ഉണ്ടെങ്കിൽ അതേപോലെ. അപ്പോൾ എന്നെ ഒരു ഓണ്ടർപ്രണർ, ഒരു ഫൗണ്ടറെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ബിസിനസ് ഗ്രോ ചെയ്യണമെങ്കിൽ ഇവള് ഹാപ്പി ആവണം. അപ്പോൾ അതാണ് എൻ്റെ ഡ്യൂട്ടി. ഡെയിലി ഇവളെ സ്ട്രെസ് ഫ്രീ ആക്കണം, ഇവളെ പ്രൊഡക്ടിവിറ്റി കൂടണമെങ്കിൽ. അല്ലാതെ ഇവക്കൊരിക്കലും ഒരു എമൗണ്ട് ഒരു മോട്ടിവേഷൻ അല്ല, ഇത്ര ഇൻകം കിട്ടണം എന്നുള്ളൊരു മോട്ടിവേഷൻ അല്ല, ഇത്രത്തോളം റവന്യൂ വരണം എന്നുള്ളൊരു മോട്ടിവേഷൻ. അവളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഹാപ്പി ആവണം. ഞാൻ ഹാപ്പി ആവണമെങ്കിൽ എനിക്ക് ബിസിനസ് ഹാപ്പി ആവണം. അപ്പം ബിസിനസ് ഹാപ്പി ആവണമെങ്കിൽ ഇവള് വിചാരിക്കണം മാർക്കറ്റിംഗ് സൈഡിൽ. അപ്പം ഈ ഡെസിഷൻ എടുക്കാനും എനിക്ക് തോന്നുന്നു ഇവളങ്ങനെ ഡെസിഷൻ എടുക്കാറില്ല. ഡെസിഷൻ മേ ബി നമ്മൾ രണ്ടുപേരും കൂടി ഡിസ്കസ് ചെയ്തിട്ട് ഒരു ഡിസ്കഷനിലേക്ക് പോവാണ്. ഇതാണ് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവളെ ഫ്രീക്വൻസി എപ്പോഴും ഹാപ്പി ഫ്രീക്വൻസിയിലേക്ക് എത്തിച്ചു കൊടുത്താൽ, ഞാൻ എത്തിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ പ്രൊഡക്ടിവിറ്റി ഭയങ്കര ഗുഡ്. നമ്മൾ സെയിൽ മാറും, നമ്മൾ വീഡിയോസ് വരും. ഇവിടെ നല്ല ഹാപ്പി ആണെങ്കിൽ 2-3 വീഡിയോസ് ഒക്കെ, ഞങ്ങൾക്ക് 4 അക്കൗണ്ടുകളൊക്കെ ഉണ്ട്. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഒന്നും ഇടൂല. അപ്പൊ ആ രീതിയിലേക്ക് ഞാനിങ്ങനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകും. ഓക്കെ, നമ്മൾ ഔട്ടർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ലൈക്ക് ഇപ്പോ പെരിന്തൽമണ്ണയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തൊരു ബ്രാൻഡ് ഇന്ന് കേരളത്തിന്റെ പുറത്തെത്തി, ഇന്ത്യക്ക് പുറത്തെത്തി, 51ഓളം രാജ്യങ്ങളിലേക്ക് എത്തി. എങ്ങനെയാണ് ഈ ഗ്രോത്തിലേക്ക് കൊണ്ടുപോയത്? പലരും സ്റ്റെക്കായി നിൽക്കുന്ന ഒരു മേഖലയാണ്. നമ്മൾ ചുറ്റുവട്ടത്ത് മാത്രം ഒതുങ്ങിക്കൂടി നിൽക്കുന്നു, അതിന്റെ അപ്പുറത്തേക്ക് എത്താൻ സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്ന ഒരു എന്റർപ്രണേഴ്സ് ഉണ്ട് ഒരുപാട്. അപ്പൊ എങ്ങനെയാണ് നിങ്ങളുടെ ഒരു ഗ്രോത്ത് അതിലേക്ക് കൊണ്ടുവന്നത്? നമ്മള് ഒരു 2 കൊല്ലായിട്ടാണ് സോഷ്യൽ മീഡിയയിൽ ഓർഗാനിക്കലി ഇറങ്ങിയത്. എന്ന് വെച്ച് കഴിഞ്ഞാല് വീഡിയോ ഇട്ട് നമ്മൾ തന്നെ റീച്ചിലേക്ക് എത്തിച്ച് അതിൽ നിന്ന് ലീഡ്സിനെ ജനറേറ്റ് ചെയ്യാന്നുള്ളത്. അപ്പോൾ അതിന്റെ മുന്നേ വരെ നമ്മൾ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ചെയ്തിട്ടുണ്ട്. ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് നമ്മൾ കൊറോണ ടൈമിൽ വരെ മുന്നേ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഭയങ്കര റീച്ചായിരുന്നു. ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ഒക്കെ ചെയ്ത ടൈമിൽ എല്ലാവർക്കും അറിയാം, ഇൻഫ്ലുവൻസേഴ്സ് എന്ത് പറഞ്ഞാലും അത് വിശ്വസിക്കുന്ന ഒരു ടൈമാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് നല്ല റീച്ചിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷെ അത് കഴിഞ്ഞ ഒരു പീരീഡ് എത്തിയപ്പം ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ഭയങ്കര ഒരു സ്റ്റക്കായി. നമ്മൾ പേയ്മെന്റ് ഇടുന്നുണ്ട്, നമ്മൾ ചെയ്യുന്നുണ്ട്, പക്ഷെ എന്നാൽ പോലും നമുക്ക് തിരിച്ച് അതിന്റെ റിട്ടേൺസ് കിട്ടുന്നില്ല. അങ്ങനെ ഒരു സ്റ്റേജ് എത്തിയപ്പോഴാണ് നമ്മൾ ഓർഗാനിക്കലി ഇറങ്ങുന്നത്. അങ്ങനെ അത് ഇറങ്ങിയപ്പം അതിന് ശേഷമുള്ള ഒരു ഗ്രോത്ത് എന്ന് പറഞ്ഞാല് ഭയങ്കര കുത്തനെയല്ല, ബട്ട് പക്ഷെ എന്താ വെച്ചാൽ ഒരു മെല്ലുള്ള ഒരു ഗ്രോത്ത് വരാൻ തുടങ്ങി. എന്നുവെച്ചാൽ ഒന്ന് ഓർഗാനിക് ആകുമ്പോൾ നമ്മളെ വിശ്വസിച്ച് നമ്മൾ ആദ്യം ഒരാൾ ഫോളോ ചെയ്ത് ഒരു 2 മാസം കറക്റ്റ് ഇങ്ങനെ ഫോളോ ചെയ്ത് കഴിഞ്ഞാലേ ഉള്ളൂ ട്രസ്റ്റ് വരുള്ളൂ. അത് കഴിഞ്ഞിട്ടാണ് ആ ആള് നമ്മളിലേക്ക് ജോയിൻ ചെയ്യുക, പേയ്മെന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ ആ ഒരു ഓർഗാനിക് റീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് റീച്ച് നമുക്ക് എത്തിക്കാൻ പറ്റുമെങ്കിൽ പോലും വരുന്ന ഇൻകം കുറച്ച് ലെസ് ആയിരിക്കും, എന്നാൽ പോലും ഗ്രോത്ത് ഉണ്ട്. അങ്ങനെയാണ് നമ്മൾ ഓർഗാനിക് ഇതിൽ ഇറങ്ങുന്നത്. Then ഗ്ലോബലി എത്തിയതിന്റെ അതിലൊരു ചലഞ്ചസുകൾ എന്തൊക്കെയായിരുന്നു എന്നുള്ള ഇംഗ്ലീഷില് ഗ്ലോബലി എത്താൻ കാരണം ഇപ്പൊ നമ്മള് മലയാളത്തിൽ ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട്, കണ്ടന്റ് ക്രിയേറ്റേഴ്സ് മലയാളത്തിൽ ചെയ്യുന്ന. അപ്പൊ മലയാളത്തിൽ ചെയ്തതിനെ നമുക്ക് വേണമെങ്കിൽ കേരളത്തിൽ നിൽക്കാം, അതല്ലെങ്കിൽ പോലും ഇപ്പൊ ദുബായിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്തുള്ള മലയാളത്തിലേക്ക് എത്താം. പക്ഷെ ഇപ്പൊ നമ്മളൊരു ഇംഗ്ലീഷിൽ, ഞാൻ പൊതുവെ കണ്ടന്റ് ചെയ്യാറ് ഇംഗ്ലീഷിലാണ്.
ഇംഗ്ലീഷിലാണ് കണ്ടന്റ് ചെയ്യാറ്. അതുപോലെ തന്നെ ഞാൻ കൂടുതലും ആക്ഷൻസ് ആണ്. അപ്പൊ അതുകൊണ്ട് നമ്മള് ഡിഫറെന്റ് കൺട്രീസിലേക്ക് എത്താൻ പറ്റി. ഞാൻ ലൊക്കേഷൻസ് യൂസ് ചെയ്യുകയാണെങ്കിലും ഹാഷ്ടാഗ്സ് യൂസ് ചെയ്യുകയാണെങ്കിലും എസ് കീവേഡ്സ് ആണെങ്കിലൊക്കെ ലൊക്കേഷൻ പുറത്തേക്കുള്ള കൊടുക്കും. ഇപ്പൊ ദുബായ് അല്ലെങ്കിൽ USA, UK അങ്ങനെ പുറത്തേക്കുള്ള രാജ്യങ്ങൾ കൊടുക്കും. അതുകൊണ്ട് നമുക്ക് അവിടുന്നൊക്കെ ക്ലയൻറ്റ്സ് വരുന്നുണ്ട്, മലയാളീസും വരുന്നുണ്ട്, അവിടുത്തെ നാഷണാലിറ്റീസും വരുന്നുണ്ട്. ആഹ് അതുകൊണ്ട് തന്നെ ഇപ്പം നോക്കിയപ്പോ 51 കൺട്രീസിലേക്ക് എത്താൻ പറ്റിയിട്ടുണ്ട്. ഇപ്പൊ ഇതില് ഏത് പ്ലാറ്റ്ഫോം ആയിരിക്കും കൂടുതൽ? ലൈക്ക് ഇപ്പോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കൂടുതലും ഇൻഫ്ലുവൻസൽ മാർക്കറ്റിംഗ് അല്ലേ? ഒരു 19 ആ ടൈമിൽ ഇൻഫ്ലുവൻസൽ മാർക്കറ്റിംഗ് തന്നെയാണ് മോസ്റ്റ്ലി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ഇൻസ്റ്റാഗ്രാം കൂടുതൽ ഫോക്കസ് ചെയ്തു. ഓൾസോ ആ സമയത്ത് യൂട്യൂബ് കൂടുതൽ ഫോക്കസ്ഡ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ? പിന്നെ ലൈക്ക് ഇടയിൽ നമ്മൾ ടിക്ടോക്സ് ട്രൈ ചെയ്തിട്ടുണ്ട് അല്ലെ? ഓക്കെ. അപ്പോൾ ഏത് പ്ലാറ്റ്ഫോം ആണ് ഏറ്റവും കൂടുതൽ നമുക്ക് റിസൾട്ട് തരുന്നതും അറ്റ് ദി എൻഡ് കൺവേർഷനിലേക്ക് വരുന്നത്, സെയിൽസിലേക്ക് വരുന്ന സമയത്ത് ഏത് പ്ലാറ്റ്ഫോം ആണ് ഏറ്റവും കൂടുതൽ സെയിൽസ് കൊണ്ടുവന്നിട്ടുണ്ടാവുക? ആം, എനിക്ക് തോന്നിയിട്ടുള്ളത് ഓരോ കാലഘട്ടത്തിനനുസരിച്ച് മേ ബി ഇത് മാറുമായിരിക്കും. അന്ന് നമുക്ക് ഇൻസ്റ്റാഗ്രാം തീരെ കണ്ടന്റ് ചെയ്യാത്തൊരു ടൈമായിരുന്നു. യൂട്യൂബ് മാത്രമേ ഉണ്ടായിരുന്നു. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഞങ്ങളിവിടെ ഒരു വാടക വീട്ടിലാണ് താമസിച്ചിട്ടുണ്ടായിരുന്നത്. ഞങ്ങളെല്ലാവരും കൂടെ താമസിച്ചൊരു റെന്റഡ് ഹൗസിലാണ്. അതിന്റെ ടെറസിൽ നിന്നിട്ടാണ് ആദ്യമായിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇക്കാക്കയാണ് വീഡിയോ എടുത്തു തരിക. ഒരു ക്യാമറ ഉണ്ടായിരുന്നു. മമ്മി കുറെ യാത്രകളൊക്കെ ചെയ്യുന്നതായിരുന്നു, ഒരു ക്യാമറ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിൽ നിന്ന് വീഡിയോ എടുക്കും. പിന്നെ അന്ന് എനിക്ക് പബ്ലിക് സ്പീക്കിംഗ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതൊക്കെ നമ്മൾ ഈ യൂട്യൂബ് സൈസിലാണ് വീഡിയോ പ്ലേസ് ചെയ്യുന്നൊക്കെ യൂട്യൂബ് സൈസിലാണ്. അന്ന് യൂട്യൂബിൽ വീഡിയോ ഇടുക എന്ന് മാത്രമാണ്. അന്ന് യൂട്യൂബേ അറിയുള്ളൂ. അന്ന് ഇൻസ്റ്റാഗ്രാം പ്ലാറ്റ്ഫോം ഉണ്ടോ? റീൽസ് വന്നിട്ടില്ല. ആ കറക്റ്റ്, കൊറോണയ്ക്ക് ശേഷമാണ്. അപ്പൊ അന്ന് ഞങ്ങൾ കംപ്ലീറ്റ്ലി അന്ന് ലെങ്തി വീഡിയോ സംസാരിക്കുന്നത് തന്നെ 8 മിനിറ്റ് 9 മിനിറ്റ് ഒക്കെ പോകും. ഞാൻ ഡെയിലി ഓർക്കുന്നുണ്ട്, വൈകുന്നേരം 4 മണിയൊക്കെ കോവിഡ് ആണ്, മുമ്പ് പുറത്തൊന്നും ഇറങ്ങാൻ പറ്റില്ല. ടെറസിന്റെ മുകളിൽ ലൈറ്റ് ഉണ്ടാവുള്ളൂ. ലൈറ്റ് ഉണ്ടാവുന്നതിന്റെ ഒരു ടൈമിംഗ് ഉണ്ട്. ഒന്നില്ലെങ്കിൽ രാവിലെ എടുക്കണം, അല്ലെങ്കിൽ രാവിലെ ഒരു 6 മണി 7 മണിയുടെ ഇടയിൽ എടുക്കണം, അല്ലെങ്കിൽ വൈകുന്നേരം 5 മണി 6 മണിന്റെ ഇടയിൽ വീഡിയോ എടുക്കണം. ഞാൻ എപ്പോഴും വെച്ചാൽ രാവിലെ ഇക്കാക്കനെ വിളിച്ച് കൊണ്ടുവരും. ഞാൻ പറയും, യാസിന എനിക്കൊരു വീഡിയോ എടുക്കണം. ഇക്കാക്കക്ക് പ്രസന്റേഷൻ കുറച്ച് വീക്കാണ്, പക്ഷെ ടെക്നിക്കലി ഭയങ്കര സ്ട്രോങ് ആണ്. അങ്ങനെ ഞാൻ വന്നിട്ട് വീഡിയോ എടുക്കും, ഭയങ്കര ആക്ഷൻ. ആ വീഡിയോ ഒക്കെ ഇന്ന് യൂട്യൂബിലുണ്ട്. ഇടയ്ക്കൊക്കെ ഞാൻ എടുത്ത് നോക്കും, ഇവിടെ ഞാൻ സ്റ്റാർട്ട് ചെയ്തത്, ഇപ്പൊ എത്ര മാറ്റം വന്ന്, ഭയങ്കര സന്തോഷമാണ്. അന്ന് ഇക്കാക്ക വീഡിയോ എടുത്തരും. മൈക്ക് ഇങ്ങനെ വയേർഡ് ആയിട്ടുള്ള മൈക്കൊക്കെ വെച്ചിട്ട് ഞാനൊരു 1000 റുപ്പീസിന്റെ മൈക്കൊക്കെ വാങ്ങിയിട്ട് സ്റ്റാർട്ട് ചെയ്തു. ആദ്യത്തെ വീഡിയോക്ക് ഒന്നും മൈക്കില്ല. പിന്നീട് എൻ്റെ ഡ്യൂട്ടിയാണ് വീഡിയോ എടുക്കുക. അത് കഴിഞ്ഞ് ഇക്കാക്കൻ്റെ പണി കഴിഞ്ഞു. പിന്നെ ഞാൻ വീഡിയോ എടുത്തിട്ട് ഞാനത് എഡിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യും. കുറേ വീഡിയോ ഒക്കെ അന്ന് ഫിലിമോറ വെച്ചിട്ടാണ്, ക്രാക്ഡ് വേർഷനൊക്കെ വെച്ചിട്ട് അവിടെ നിന്ന് ഇവിടുന്നൊക്കെ തപ്പിയിട്ട് ക്രാക്ഡ് വേർഷൻ കിട്ടി നമ്മൾ എഡിറ്റിംഗ് തുടങ്ങും. ഈവനിങ് വരെ നമുക്ക് ഇതിന്റെ ബാക്കിലാണ്. ഈവനിങ് ആകുമ്പോഴത്തേനും ഇത് എഡിറ്റ് ചെയ്ത് രാത്രി ആകുമ്പോഴത്തേനും അപ്ലോഡ് ചെയ്യും. ഇത് കൺസിസ്റ്റന്റ് ആയിട്ട് ഞാൻ ചെയ്തിരുന്നു. ആ കോവിഡ് ടൈമിൽ യൂട്യൂബിൽ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്തിട്ട് ഞാൻ പതിയെ പതിയെ ഫോളോവേഴ്സിനെ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ആ ടൈമിൽ യൂട്യൂബ് ആയിരുന്നു ഞങ്ങൾക്ക് വർക്കായത്. ഞങ്ങൾ യൂട്യൂബ് മാത്രം. പക്ഷെ ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബിൽ ഞങ്ങൾ ശ്രദ്ധിക്കലേ ഇല്ല. കാരണം യൂട്യൂബ്, പക്ഷെ അത് നല്ലൊരു സ്ട്രാറ്റജി അല്ല കേട്ടോ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു വലിയ ഡ്രോബാക്ക് ആണ്. എല്ലാ പ്ലാറ്റ്ഫോമിലും നമ്മളൊരു കൈ വെക്കണം. ഇപ്പൊ യൂട്യൂബിൽ വീഡിയോ ഇടുന്നുണ്ട്, ഡെയിലി ഒരു വീഡിയോ വെച്ച് ഇടും. പക്ഷെ യൂട്യൂബിന്റെ അൽഗോരിതം എന്താണെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴും പിടിയിട്ടിട്ടില്ല. ഇൻസ്റ്റാഗ്രാമിന്റെ അൽഗോരിതം ഞങ്ങൾക്ക് കറക്റ്റ് അറിയാം. എന്തിട്ടാ വൈറലാവും, എന്തിട്ടാ വൈറലാവില്ല, എങ്ങനെ പ്ലേസ് ചെയ്യണം, എപ്പോൾ ഇടണം, എന്ത് ഹുക്ക് പോയിന്റ് പറയണം, എങ്ങനെ ക്യാപ്ഷൻ ഇടണം, എങ്ങനെ കീവേഡ്സ് ഉപയോഗിക്കണം എന്നെല്ലാം ഞങ്ങൾക്ക് അറിയാം. പക്ഷേ യൂട്യൂബിന്റെ അൽഗോരിതം ഞങ്ങൾ അതിന് സെർച്ച് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. അപ്പൊ അന്ന് യൂട്യൂബ് ആയിരുന്നു. പിന്നീട് ഒരു കാലഘട്ടത്തിൽ ടിക്ടോക്ക് വൈറലായപ്പം ഞാൻ എൻ്റെ പേഴ്സണൽ അക്കൗണ്ടിൽ ടിക്ടോക്ക് ഇട്ടപ്പം ടിക്ടോക്കിന്റെ ഒരു സംഭവം എനിക്ക് കിട്ടി. പക്ഷെ സഡൻലി ആണ് അത് ബാൻ ചെയ്ത്. അന്ന് ടിക്ടോക്ക് കയറിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ റേസ് പറഞ്ഞ ചോദ്യത്തിന്റെ ഉത്തരം, ഇന്ന് വലിയ രീതിയിലേക്ക് ഞങ്ങൾക്ക് ഇൻകം കൊണ്ടുവരുന്ന പ്ലാറ്റ്ഫോം ഇൻസ്റ്റാഗ്രാം തന്നെയാണ്. അതിലൊരു ഡൗട്ടും വേണ്ട. ആളുകൾക്ക് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാതെ കുറഞ്ഞ സമയം കൊണ്ട് വാല്യൂസ് കിട്ടാനും കുറഞ്ഞ സമയം കൊണ്ട് കൺവേർഷൻ. അതിൻ്റെ ഒരു ചെറിയൊരു എക്സാമ്പിൾ ഇവളെന്നെ പറഞ്ഞു, ഇവരിട്ടൊരു വീഡിയോന്റെ ഒരു എക്സാമ്പിൾ അത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഇതിന്റെ സാധ്യതകൾ എത്ര ഉണ്ടാവും മനസ്സിലാവും. നിങ്ങളൊക്കെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ പോകുന്ന കുട്ടികളാണ്. ഇതിന്റെ സാധ്യതകൾ പലപ്പോഴും നിങ്ങൾക്ക് അറിയാത്തതാണ് വലിയ പ്രോബ്ലം. നിങ്ങൾ വിചാരിക്കും ഇതൊരു ചെറിയൊരു നിങ്ങൾ ഇവിടെ ഇരുന്ന് പഠിക്കുന്ന ഇതൊന്നല്ല. ഇതിന്റെ ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം ഉണ്ടാവുന്ന ഒരു ചെറിയ കേസ് സ്റ്റഡിയിൽ ഓള് പറഞ്ഞു. ഞാന് പറഞ്ഞില്ലേ, പൊതുവെ ആക്ഷനുള്ള വീഡിയോസ് ആണ് ഇടാ, ഇംഗ്ലീഷിലുള്ള. അപ്പൊ ഞാൻ അങ്ങനെ ജസ്റ്റ് എല്ലാ ദിവസവും ഇടുന്ന പോലെ ഒരു റീല് ഒരു ദിവസം ഇട്ട് കഴിഞ്ഞ് പിന്നെ ഞാൻ കുറച്ചൊരു രാത്രിയാകുമ്പോ പിന്നെ നോക്കുള്ളൂ, ഇൻസൈറ്റ്സ് ഇങ്ങനെ നോക്കും. അപ്പൊ നോക്കിയപ്പം അത് 100K കയറി. അടുത്ത ദിവസം നോക്കിയപ്പോഴത്തേക്ക് 200K 300K ഇങ്ങനെ പോകുന്നുണ്ട്. 1 മില്യൺ. പിന്നെ അത് ലാസ്റ്റ് നിന്നത് ഇപ്പം 19 മില്യൺ, 19 ലക്ഷം. ഓക്കെ. അപ്പൊ അത്രയും റീച്ച് ഒരൊറ്റ വീഡിയോയിൽ നിന്ന് വന്ന്, ആൻഡ് അതിൽ നിന്ന് തന്നെ നമുക്ക് ഒരു 100K ഫോളോവേഴ്സ് കയറി.
ആ ഒരൊറ്റ വീഡിയോന്ന്. അതിൽ നിന്ന് തന്നെ നമുക്കെന്താന്നാലും ലക്ഷങ്ങൾ ഇൻകമും ഉണ്ടായിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഒറ്റ വീഡിയോ മതി നമ്മൾ റീച്ച് ആവാൻ, ഏൺ ചെയ്യാൻ. അതാണ് അത് ഞാൻ ഡിസ്കസ് ചെയ്യാം. കാരണം ഇവളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ അവൾ ചെയ്ത വർക്കിന് അവൾക്ക് കിട്ടുന്ന ഒരു ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ അത്രയും അവളെ ഡോപ്പമിൻ റിലീസ് ചെയ്യുന്ന ആ റീച്ച് വ്യൂസ് എന്നുള്ള ഒരു ഓൺടർപ്രണറിന്റെ അല്ല ഒരു ഫൗണ്ടറിന്റെ പെർസ്പെക്റ്റീവിൽ ഞാൻ പറഞ്ഞുതരാം. ആ വീഡിയോ ഉണ്ടാക്കാനുള്ള എക്സ്പെൻസ് പറഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ 0 എക്സ്പെൻസ്, ഒരു രൂപ പോലും ചെലവ് വന്നിട്ടില്ല. ആ വീഡിയോ മേക്ക് ചെയ്യാനുള്ള ടൈം ഇവൾ ആകെ ആക്ഷൻ എടുത്തത് ഇങ്ങനെയാണ്. ഈ ഒരു ആക്ഷൻ എടുക്കാൻ മാക്സിമം 10 സെക്കൻഡ്സ് ടൈം. ബാക്കി വന്ന പിക്ചേഴ്സ് ഒക്കെ ഗൂഗിളിൽ നിന്ന് എടുത്ത് ഏതൊക്കെയോ പിക്ചേഴ്സ് എടുത്തിട്ട് ഗൂഗിളിൽ നിന്ന് എടുത്ത പിക്ചേഴ്സ് ആണ്. എഡിറ്റ് ചെയ്യാൻ എത്ര സമയം എടുത്തിട്ടുണ്ടാവും? 10 മിനിറ്റ്സ്. ഒരു 10 മിനിറ്റ് സമയം ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ, 10 മിനിറ്റ് ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൂ. ആ വീഡിയോക്ക് 19.1 മില്യൺ വ്യൂസ് കിട്ടി. 100K നമുക്കറിയാം. ഒരു അക്കൗണ്ട് 100K ഫോളോവേഴ്സ് ആക്കണേ എത്ര ടൈം എടുക്കും പൊതുവെ? ഇവിടെ 100K ഫോളോവേഴ്സ് ആരെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. ഒരു 100K ഫോളോവേഴ്സ് ആക്കാൻ എത്ര ടൈം എടുക്കുമെന്ന് നിങ്ങൾ വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. 100K ആണ് 100K, വിച്ച് മീൻസ് 1 lakh. 1 lakh ഫോളോവേഴ്സ് ആവാൻ എത്ര ടൈം എടുക്കും നമുക്കൊക്കെ അറിയാം. ഞാൻ 6 അക്കൗണ്ട് മാനേജ് ചെയ്യുന്ന ആളാണ്. അപ്പൊ എനിക്കറിയാം എത്ര ടൈം എടുക്കുന്നു. ആ ഒരൊറ്റ വീഡിയോന്ന് നമുക്കിപ്പോൾ പുതിയ ടെക്നോളജിയിൽ അറിയാലോ, പുതിയ അപ്ഡേഷനിൽ അറിയാം ഒരു വീഡിയോന്ന് എത്ര ഫോളോവേഴ്സ് വന്നത് ഇൻസ്റ്റാഗ്രാമിൽ അറിയാൻ പറ്റും. ആ ഒരൊറ്റ വീഡിയോന്ന് നമുക്ക് 1 lakhലധികം ഫോളോവേഴ്സ് വന്നു. ഒറ്റ വീഡിയോ. മേക്കിംഗ് കോസ്റ്റ് 0, ടൈം ഇൻവെസ്റ്റ്മെന്റ് ബിലോ 10 മിനിറ്റ്സ്. അപ്പൊ ഇതിന്റെ ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പം അത് എനിക്ക് ഒരു നിങ്ങളെപ്പോലത്തെ ഒരു സ്റ്റാഫാണ് ചെയ്ത് തന്നിരുന്നത്, അല്ലെങ്കിൽ ടീം മെമ്പർ ആണ് ചെയ്തു തരുന്നതിനുണ്ടെങ്കിൽ ഞാൻ അപ്പം തന്നെ എന്തെങ്കിലും ഗിഫ്റ്റ് അവർക്ക് കൊടുക്കുമായിരുന്നു. എൻ്റെ അല്ലെങ്കിൽ വലിയൊരു എമൗണ്ട് ഞാൻ അവർക്ക് ഓഫർ ചെയ്തു. കാരണം അത് ഞാൻ തന്നെ എന്നെ തന്നെ വണ്ടടിച്ച സംഭവമാണ്. ഞാൻ അതിന്റെ ഭാഗമായിട്ട് ചില ഗിഫ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് വൈഫിന്. പക്ഷേ ഞാൻ പറയാം, അപ്പൊ ഇത്രയും അധികം സാധ്യതകളുണ്ട്. ഒരൊറ്റ വീഡിയോ വെറും 0 ഇൻവെസ്റ്റ്മെന്റിൽ. അത് അതിന് ഇൻസ്റ്റാഗ്രാമിന്റെ സപ്പോർട്ട് തന്നിട്ടുണ്ടാവും. പെട്ടെന്ന് ഒരു ദിവസം ഇട്ടുകൊണ്ട് കിട്ടിയതായിരിക്കില്ല. അതിന് മുമ്പേ നമ്മളെ അൽഗോരിതത്തിനനുസരിച്ച് നമ്മളെ പ്രൊഫൈലിൽ ഇങ്ങനെ ബിൽഡ് ചെയ്ത് പ്ലേസ് ചെയ്ത് ഒരു സ്ഥലത്തിന് ഇൻസ്റ്റാഗ്രാമിൽ മേ ബി മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ കൺസിസ്റ്റന്റ് ആണ്, നമ്മൾ ഇട്ടാൽ നല്ല വാല്യൂസ് കൊടുക്കുന്ന ആളുകളാണെന്ന് തോന്നിയത് കൊണ്ടായിരിക്കാം. ബട്ട് എനിവേ അതിന് ഒരു സാധ്യതയുണ്ട്. എപ്പോൾ വേണമെങ്കിലും. ഇപ്പോഴും നമ്മളൊരു സ്റ്റേജിൽ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമുക്ക് 382K ഫോളോവേഴ്സ് ആണുള്ളത്. 3,82,000 ഫോളോവേഴ്സ് ഉണ്ട്. നമ്മുടെ ടാർഗറ്റ് ജൂലൈ 31 ആകുമ്പോൾ 500K സെലിബ്രേഷൻ ഞങ്ങൾ ഓൾറെഡി ഒരു വലിയ ഹോട്ടലൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ നമ്മൾ അതിന് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഇടയ്ക്ക് വൈഫ് ഭയങ്കര ഡിസപ്പോയിന്റഡ് ആവും. വൈഫ് പറയും ആകെ 1000 ഫോളോവേഴ്സ് ആണ് ഒരു വീഡിയോയിൽ വരുന്നത്. അപ്പൊ ഞാൻ പറയും നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? നീ പ്രൂവ് ചെയ്താണ്. ഒരു വീഡിയോ ഇട്ടിട്ട് 100K എന്ന് വെച്ച് പ്രൂവ് ചെയ്ത ആളാ. നീ ടെൻഷൻ അടിക്കണ്ട, നമ്മളതിൽ സമയമുണ്ട്. നീ ഇടുന്ന ഏതെങ്കിലും ഒരു വീഡിയോ നീ ഇട്ടോണ്ടിരിക്കുക, ടൈം ആവും, ഒരു വീഡിയോ കയറും. പക്ഷെ നീ ഇപ്പൊ ചെയ്യേണ്ടത് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ആ ഒരൊറ്റ വീഡിയോയ്ക്ക് നമ്മൾ 500Kയിലേക്ക് എത്തുക. ഒരു സംശയം വേണം, എനിക്ക് ഡൗട്ടില്ല. പക്ഷെ ഇവക്ക് ഇടയ്ക്ക് ഇത് ചെയ്യുന്ന ആൾക്ക് മേ ബി സ്ട്രെസ് വരും, ചെയ്തിട്ടും ആ ഒരു ഔട്ട്പുട്ട് വരാത്തപ്പോ. എന്നെ സംബന്ധിച്ച് എല്ലാത്തിൻ്റെ ഇൻസൈറ്റ് നോക്കും. എത്ര ഷെയർ വന്നു, എത്ര സേവ് വന്നു, എത്ര ഫോളോവേഴ്സ് വന്നു, അങ്ങനെ നോക്കണം. ഒരു ഇതിൽ വർക്ക് ചെയ്യുന്ന ഡിജിറ്റൽ മാർക്കറ്റിംഗ് അനലിസ്റ്റ് നിർബന്ധമായിട്ട് അത് ചെക്ക് ചെയ്ത് നോക്കണം. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കറിയാം കൺസിസ്റ്റന്റ് ആയി നല്ല വാല്യൂസും കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു ടൈം നമുക്കുണ്ട്. ആ ടൈം നമുക്ക് ഞാൻ 380K ഇങ്ങനെ സ്റ്റക്ക് ആയിരുന്നു. എന്ന് വെച്ചാൽ ഡെയിലി വീഡിയോ ഇടുന്നുണ്ട്. ബട്ട് എന്നാൽ പോലും 380K ഫോളോവേഴ്സിൽ മെല്ലെ മെല്ലെ ഒരു ദിവസം 100 ഫോളോവേഴ്സ് വെച്ചാൽ കയറുന്നത്. പക്ഷെ ഈ ഒരു ഗോള് 500K വെച്ചപ്പം ഒരു 2 ദിവസം കൊണ്ട് 384K ആയി. അപ്പൊ ആ ഗോള് നിർബന്ധമാണ്. ശരി. അതാ നിങ്ങളും നിങ്ങളുടെ പേഴ്സണൽ അക്കൗണ്ട് ആണെങ്കിലും നിങ്ങൾ ഇനിയിപ്പോൾ ഒരു ഫേമിന് വേണ്ടി വർക്ക് ചെയ്യുന്ന, ഇവിടെ ഫ്രീലാൻസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ആളുകളുണ്ടാവും, അല്ലെങ്കിൽ ഒരു കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ മേ ബി ആ ബിസിനസ്സുകാർക്ക് അവരുടെ മാർക്കറ്റിംഗ് ഏരിയ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വലിയ ഗോളുകളൊന്നും ഇല്ലെങ്കിൽ പോലും നിങ്ങൾ ഇടപെട്ട് നിങ്ങളുടെ ഡ്യൂട്ടി ആയിരിക്കണം. അപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്ന കുട്ടികൾ, പഠിക്കാൻ പോകുന്ന കുട്ടികളാണ്, അവരുടെ ഒരു സോഷ്യൽ മീഡിയ മാനേജ് ചെയ്യുന്ന ഒരാളായിരിക്കും മേ ബി നിങ്ങൾ, അല്ലേ? അങ്ങനത്തെ ആ ഡ്യൂട്ടിയൊക്കെ ഇവർക്ക് വരാം. മേ ബി ഒരു സോഷ്യൽ മീഡിയ മാനേജ് ചെയ്യുന്നതാവാം. അപ്പം നിങ്ങൾ എന്താണ് ഇനീഷ്യേറ്റീവ് ചെയ്തിട്ട് മുമ്പോട്ട് വരണം. ആ ബിസിനസ് ഫൗണ്ടറെ മീറ്റിംഗിൽ ഇരുത്തിയിട്ട് അവരോട് പറയണം, സർ ഇതാണ് നമ്മുടെ ടാർഗറ്റ്, ഇതിലേക്ക് നമുക്ക് വലിയ ടാർഗറ്റ് ഒന്നും വെക്കണ്ട. ഈ മന്തിൽ നമുക്കൊരു 1K ഫോളോവേഴ്സ് അല്ലെങ്കിൽ ഒരു 10K ഫോളോവേഴ്സ്, ഇത്രത്തോളം സെയിൽ ഇതിൽ നിന്ന് വരണം, ഇത്രത്തോളം ലീഡ്സ് വരണം. അതെങ്ങനെയെന്നുള്ളത് ഇവർ പഠിപ്പിച്ചു തരും. കാരണം ഇവർക്കത് പറ്റും എന്നുള്ളത് ഇവർ പ്രൂവ് ചെയ്തിട്ടുള്ള ആളുകളാണ്. ഫോളോവേഴ്സിൽ മാത്രമല്ല, ഇപ്പൊ എനിക്ക് ഈ ഒരു ടേം ഭയങ്കര ഇഷ്ടമായി. സെയിൽസ് അറിയുന്ന മാർക്കറ്റർ. മാർക്കറ്റിംഗ് മാത്രം ഓക്കെ, മാർക്കറ്റിംഗ് വേണം, മാർക്കറ്റിംഗ് ആണ് സെയിൽസിലേക്ക് ഫീഡ് ചെയ്യുന്നത്, സംശയമൊന്നുമില്ല. പക്ഷെ സെയിൽസ് അറിയുന്ന മാർക്കറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ
നിങ്ങൾക്ക് കുറച്ചും കൂടെ സാധ്യതകൾ കൂടുതലാണ്. കൺവേർഷൻ കൊണ്ടുവരണം. എൻഡ് ഓഫ് ദി ഡേ എന്നെ പോലത്തെ ആളുകൾ നോക്കുക പെട്ടിയിൽ പൈസ വീണോന്നാണ് നോക്കുക. പൈസ വന്നിട്ടുണ്ടോ? പെട്ടിയിൽ പൈസ വീണാലേ നമുക്ക് ചിലപ്പോൾ ചില സമയത്ത് പറയുന്ന അത്ര എൻഗേജ്മെന്റ് വന്നു, ഇത്ര റീച്ച് പോയി, അത്ര ആളുകൾ കണ്ടു, ഇതൊക്കെ നോക്കി അതൊക്കെ മാർക്കറ്റിംഗ് ആണ്. ബട്ട് എൻഡ് ഓഫ് ദി ഡേ പെട്ടിയിൽ പൈസ വീണാൽ ഫൗണ്ടർ ഹാപ്പി ആയിരിക്കും. ഇപ്പം നിങ്ങളൊരാൾക്ക് വേണ്ടി വർക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അയാളെപ്പോഴും ആളെ മുഖത്ത് ചിരി വരണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് സെയിൽ വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ സെയിൽസ് അറിയുന്ന മാർക്കറ്റർ ആയാൽ നിങ്ങളൊരു സ്റ്റെപ്പ് മുകളിലായിരിക്കും. ഓക്കെ, നമ്മൾ ശരിക്കും സ്റ്റാർട്ട് ചെയ്തത് ഓഫ്ലൈൻ ആണ് അല്ലേ? ATP ജിമ്മിൽ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തത്. അത് കഴിഞ്ഞ് ഓൺലൈനിലേക്ക് എത്തി, ഇപ്പൊ ഓഫ്ലൈനിലേക്ക് വീണ്ടും എത്തിയിട്ടുണ്ട് അല്ലെ? ചെറിയ രീതിയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ നമുക്കൊരു ഡിഫറെന്റ് ആയിട്ട് ഒരു തോട്ട് ഉണ്ടെങ്കിൽ അതിനെങ്ങനെ നമുക്ക് വൈറലാക്കാൻ പറ്റും? ഞാൻ ചോദിച്ചത് നമ്മുടെ സെറ്റ് സ്ക്വാഡിന്റെ ഇപ്പോ കാലിക്കറ്റേർക്ക് മാത്രം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ്. അപ്പോൾ ആ സെറ്റ് സ്ക്വാഡിന്റെ ഒരു ഗ്രോത്ത് എങ്ങനെയാണ്, എന്താണ് സെറ്റ് സ്ക്വാഡ് എന്നുള്ളതും ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു തോട്ടിനെ എങ്ങനെ ഇത്ര നല്ല റീച്ചിലേക്ക് ഷോർട്ട് പീരീഡ് ടൈമിൽ എങ്ങനെ എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. സി ഫസ്റ്റ് ഓഫ് ഓൾ ചിലപ്പോൾ സ്വെറ്റ് സ്ക്വാഡ് എന്നുള്ളത് എല്ലാവർക്കും അറിയുമെന്ന് അറിയില്ല. സ്വെറ്റ് സ്ക്വാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓഫ്ലൈൻ ഫിറ്റ്നസ് ഫീൽഡ്. ഇപ്പോൾ നിങ്ങൾ ജിമ്മിലൊക്കെ പോകുന്നുണ്ടല്ലോ, അതുപോലത്തെ ഒരു ഫിറ്റ്നസ് സെൻ്റർ ആണ്. അത് തുടങ്ങിയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്മ്യൂണിറ്റീനെ ബിൽഡ് ചെയ്തു. ഞങ്ങളെ ചാലിയം ബീച്ച് ഇപ്പോൾ അറിയുമെന്നറിയില്ല, കാലിക്കറ്റ് ബീച്ച് പോലെ തന്നെ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ കാലിക്കറ്റിൻ്റെ അത്ര അല്ലെങ്കിൽ പോലും നന്നായി ഡെവലപ്പ് ആവുന്ന ഒരു ബീച്ചാണ് ചാലിയം ബീച്ച്. അറിയോ ചാലിയം ബീച്ച്? അപ്പോൾ ഈ ചാലിയം ബീച്ച് ഇപ്പം മന്ത്രി മുഹമ്മദ് റിയാസ് വലിയ രീതിയിലേക്ക് അതിനെ സ്കെയിൽ ചെയ്ത് അല്ലെങ്കിൽ വലിയ രീതിയിലേക്ക് ഫണ്ടൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. അപ്പം അവിടെ ഞാൻ നടക്കാൻ പോലും എനിക്ക് ഡെയിലി ടാർഗറ്റ്സ് ഉണ്ട്. അപ്പോൾ എൻ്റെ സ്മാർട്ട് വാച്ച് ആണിത്. അപ്പോൾ ഈ വാച്ചിൽ ഞാൻ ഡെയിലി ടാർഗറ്റ് സെറ്റ് ചെയ്യും. 10,000 സ്റ്റെപ്സ് എനിക്ക് പോകണം. പിന്നെ ആ ടൈമിൽ ഞാനൊരു 75 ഹാർഡ് എന്നുള്ളൊരു ചാലഞ്ചും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് നടക്കാൻ പോകാൻ നല്ലൊരു പ്ലാറ്റ്ഫോം വേണം. അങ്ങനെയാണ് ഞാൻ ഈ ബീച്ച് സെലക്ട് ചെയ്യുന്നത്. ബീച്ചിലാകുമ്പോൾ നടക്കുമ്പോൾ നല്ല ആംബിയൻസ് ആണ്, നമുക്ക് നല്ല ഫ്രഷ് ഫീൽ കിട്ടും. അങ്ങനെ ഞാൻ അവിടെ നടക്കാൻ പോയപ്പോഴാണ് എൻ്റെ പഴയൊരു സുഹൃത്തിൻ്റെ, എൻ്റെ കോളേജിലൊക്കെ കൂടെ പഠിച്ചിട്ടുണ്ടായിരുന്ന സുഹൃത്തിനോട് സംസാരിച്ചപ്പോൾ അവനും വർക്കൗട്ടൊക്കെ, അവൻ തൈക്കോണ്ടൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന പയ്യനാണ്. അങ്ങനെ ഞാനും അവനും കൂടെ വർക്കൗട്ട് ചെയ്തു. ഈ രണ്ടുപേര് വർക്കൗട്ട് ചെയ്യുന്ന നടക്കാൻ പോകുന്ന ആളുകൾ കണ്ട്, അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളും വർക്കൗട്ട് ചെയ്യാൻ കൂടാന്ന് പറഞ്ഞു. അങ്ങനെ അത് 3 ആയി. പിന്നെ അവരുടെ 2 ഫ്രണ്ട്സ് ജോയിൻ ചെയ്തു. പിന്നെ അത് 5 ആയി, 10 ആയി, പിന്നെ അത് 20 ആയി. ഏകദേശം ഒരു 3 months ആയപ്പോഴും ഒരു 150-200 മെമ്പേഴ്സ് ഉള്ള വലിയൊരു കമ്മ്യൂണിറ്റി ആയി മാറി. അത് 200ഓളം മെമ്പേഴ്സ് ഉള്ള ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് മാറി. പിന്നെ എനിക്ക് കമ്മ്യൂണിറ്റി ബിൽഡിംഗ് ഭയങ്കര ഇഷ്ടമായിരുന്നു. കമ്മ്യൂണിറ്റിനെ ബിൽഡ് ചെയ്യാം, അവരിൽ നന്നായിട്ട് വർക്ക് ഡെയിലി കൺസിസ്റ്റൻ്റ് ആയിട്ട് വരുന്നത്. ഇതിൽ കൺസിസ്റ്റൻസിയാണ് ഭയങ്കര പ്രശ്നം. ഇവിടെ ജിമ്മിലൊക്കെ പോയിട്ടുള്ള ആളുകളുണ്ടോ? എപ്പോഴെങ്കിലും കൺസിസ്റ്റൻ്റ് ആയിട്ട് 2 വർഷം 3 വർഷം പോയിട്ടുണ്ടോ? പോയിട്ടുണ്ട്, കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നുണ്ട്. ഗുഡ്. അങ്ങനത്തെ ആളുകൾ വളരെ കുറവാണ്. ഇതിൽ ഏറ്റവും പ്രോബ്ലം എന്താ? കൺസിസ്റ്റൻസിയാണ്. ജിമ്മിൽ പോയി പൈസ കൊടുക്കും, നിർത്തും, പൈസ കൊടുക്കും, നിർത്തും, പൈസ കൊടുക്കും, ഫീസ് അടയ്ക്കാൻ വേണ്ടി മാത്രം പോകുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളാണിത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയത് അവർക്ക് ഒരു കമ്മ്യൂണിറ്റി ഫീൽ ഇല്ലാത്തതുകൊണ്ടാവാം, കുറച്ചുകൂടെ എൻഗേജ്മെന്റ്സ് ഇല്ലാത്തതുകൊണ്ടാവാം, ആക്ടിവിറ്റീസ് ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. ഞാൻ ആദ്യം ഫോക്കസ് ചെയ്തത് അത് എനിക്കറിയാം. ഞാനിവിടെ ജിമ്മിൽ റിസപ്ഷനിൽ ഇരുന്ന് വർക്ക് ചെയ്ത ആളായതുകൊണ്ട് എന്തുകൊണ്ട് ജിമ്മിലേക്ക് ആളുകൾ വരുന്നില്ല എന്നൊക്കെ ഞാൻ അന്നേ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം വർക്കൗട്ടിനേക്കാൾ കൂടുതൽ ഞാൻ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഡെയിലി വരുന്ന ആളുകൾക്ക് ഞാൻ എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കും, ആഴ്ചയിൽ ഞാൻ ചാലഞ്ചസ് കൊടുക്കും, മോട്ടിവേഷൻ കൊടുക്കും, ഇവർ ഔട്ട്ഡോർ വേറെ സ്ഥലങ്ങൾക്ക് ട്രെയിനിങ്ങിന് കൊണ്ടുപോകും. അങ്ങനെ ഇവർ ഭയങ്കരമായിട്ട് ഇത് ഏറ്റെടുത്ത് ട്രിപ്പ് പോവും, പിന്നെ ഡിഫറെൻറ്റ് ഗ്യാതറിങ്, അതിൽ തന്നെ കുറേ ലീഡേഴ്സിനെ ബിൽഡ് ചെയ്തു, അവർക്ക് റെസ്പോൺസിബിലിറ്റീസ് കൊടുത്തു. അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് ആ കമ്മ്യൂണിറ്റി ഭയങ്കരമായിട്ട് ബിൽഡായി. പക്ഷേ എൻ്റെ ഉള്ളിൽ ഒരു ബിസിനസ് ഫൗണ്ടർ അല്ല ഒരു ബിസിനസ് ഓൺടർപ്രണർ എന്നുള്ള രീതിയിൽ എനിക്കൊരു ബിസിനസ് ആംഗിൾ ഉണ്ടായിരുന്നു. സ്റ്റാർട്ടിങ്ങിൽ ഈ കമ്മ്യൂണിറ്റിനെ ബിൽഡ് ചെയ്താൽ നമുക്കിതിൽ നിന്ന് ഫണ്ട് റേസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഫണ്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് എനിക്ക് അറിയായിരുന്നു. ഫസ്റ്റ് എപ്പോഴും കമ്മ്യൂണിറ്റി ബിൽഡിംഗ് ആണല്ലോ. അപ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഒരു കമ്മ്യൂണിറ്റിയാണ് ബിൽഡ് ചെയ്യുന്നത്. 1000 ഫോളോവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 1000 ആളുകളെ നിങ്ങൾക്ക് നാളെ സെല് ചെയ്യാം. എന്തൊരു പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്ത് നിങ്ങൾക്ക് വിൽക്കാൻ പറ്റും. അല്ലെങ്കിൽ ഒരു 2000 ഫോളോവേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് അത്ര ആളുകളെ എന്തൊരു പ്രൊഡക്റ്റ് വിൽക്കാൻ പറ്റും. എനിക്കൊരു 300 ആളുകളെ കിട്ടി. പിന്നെ ഞാൻ എൻ്റെ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തു. അവിടെ ഇനി ഇതിൻ്റെ ഒരു അഡ്വാൻസ് പ്രോഗ്രാം ഉണ്ട്, വിത്ത് വെയ്റ്റ്സ്, ഡംബൽസ്, വെയ്റ്റ് ട്രെയിനിങ് സെഷൻ ഉണ്ട്. അപ്പോൾ അന്ന് എനിക്ക് അത് ബിൽഡ് ചെയ്ത സമയത്ത് ഓൾമോസ്റ്റ് 0 ഇൻവെസ്റ്റ്മെൻറ്റിൽ ₹1 പോലും എനിക്ക് ഒരു ബിസിനസ് തുടങ്ങാൻ. ഇപ്പം നിങ്ങൾക്കൊരു ബിസിനസ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാവും, ഇതുപോലത്തെ ഒരു ലൊക്കേഷൻ വേണം, സ്പേസ് വേണം, ഇതിൽ ഇൻറ്റീരിയർ ചെയ്യണം, സ്റ്റാഫിനെ ഹയർ ചെയ്യണം, മാർക്കറ്റിംഗ് ചെയ്യണം, ഇതിനൊക്കെ ഫണ്ട് ഇൻവെസ്റ്റ്. ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ
മിനിമം ഒരു 10 ലക്ഷം റുപ്യ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് കാണും. എനിക്കൊരു രൂപ പോലും അന്ന് സ്വെറ്റ് സ്ക്വാഡ് സ്റ്റാർട്ട് ചെയ്യാൻ ആവശ്യം വന്നില്ല. എനിക്ക് റവന്യൂ വന്നത് ആ ഒരൊറ്റ മാസം കൊണ്ട് റവന്യൂ വന്ന് 4.5 lakh rupees-ആണ്. 4.5 ലക്ഷം രൂപ ഒരു രൂപ ഇൻവെസ്റ്റ് ചെയ്യാം. അതും അതിലെനിക്ക് സത്യം പറഞ്ഞാൽ പ്രോഫിറ്റും മോർ ദാൻ 90% 95% പ്രോഫിറ്റ് ഉണ്ട്. എക്സ്പെൻസ് വളരെ കുറവ്. കാരണം അന്ന് ട്രെയിനിങ് കൊടുത്തത് ഞാൻ പഠിപ്പിച്ച ട്രെയിനേഴ്സാണ്. അവർ ട്രെയിനീസാണ്. അവരെ പഠിപ്പിക്കുക ചെയ്യുക. അപ്പോൾ അവർക്ക് വലിയ എമൗണ്ട് കൊടുക്കണ്ട. ചായ വാങ്ങി കൊടുത്ത് അവർ ഹാപ്പിയായി. അവരെ സംബന്ധിച്ചിടത്തോളം അത് പഠിക്കണം. അവർക്ക് പൈസ അല്ല, അവരുടെ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അവർക്ക് എൻ്റെ കൂടെ നിന്ന് കാര്യങ്ങൾ പഠിക്കണം എന്ന് ആഗ്രഹമുള്ള ആളുകളുണ്ടായിരുന്നു. പിന്നെ എൻ്റെ പാർട്ട്നേഴ്സ് 2 പേരുണ്ടായിരുന്നു. അവർ നല്ല ട്രെയിനേഴ്സാണ്. അപ്പോൾ അവർ ട്രെയിനിങ് കൊടുക്കും. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം എക്സ്പെൻസ് ഇല്ലാതെ ഒരു 4.5 lakh rupees-ന്റെ റവന്യൂ വന്നു. ആ ഒരു ഒറ്റ മാസം വന്നു. പിന്നീട് നമുക്ക് പിന്നെ അതിൻ്റെ ബാക്കിൽ ഇങ്ങനെ ഓരോ മാസം കമ്മ്യൂണിറ്റിനെ ബിൽഡ് ചെയ്തു. അതിൽ നിന്ന് അടുത്ത പ്രോഗ്രാമിലേക്ക് വന്നു. ഇപ്പം ഞങ്ങൾ സ്വന്തമായിട്ടൊരു സെൻറ്റർ തുടങ്ങിയിട്ടുണ്ട്. കാലിക്കറ്റിൽ സ്വെറ്റ് സ്ക്വാഡ് എന്നുള്ളൊരു സെൻറ്റർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ സ്റ്റക്കായി നിൽക്കുന്നത് അതെങ്ങനെ സ്കെയിൽ ചെയ്യാം. കാരണം ഇത് ഒരു 4.5 lakh എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ഇത് അടുത്ത ലെവലിലേക്ക് പോകണം. അവിടെയാണ് നമ്മളിപ്പം കൂടുതൽ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും അടിയാണ് ക്വസ്റ്റ്യൻ വൈറലായി എങ്ങനെയാണ് അത് നമ്മളൊരു വൈറൽ കണ്ടന്റിനെ എങ്ങനെ പ്ലേസ് ചെയ്യാം എന്നുള്ളൊരു സംഭവം ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് എത്തിക്കാം. അതിൽ നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് തന്നെയാണ്. ഞങ്ങൾ ഒറ്റ മാർക്കറ്റിംഗേ ചെയ്തിട്ടുള്ളൂ, ഓർഗാനിക് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്. അതിൽ കൂടുതൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്ത് ഈ വീഡിയോസ് കുറേ ചാലഞ്ച് വീഡിയോ ഞങ്ങൾ ചെയ്യുമായിരുന്നു. ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ സ്റ്റെബിലിറ്റി ചാലഞ്ച്, മൊബിലിറ്റി ചാലഞ്ച് എന്നൊക്കെ പറയും. ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ സിംഗിൾ ലെഗിൽ എങ്ങനെ എണീക്കാം, അങ്ങനത്തെ ചാലഞ്ച് വീഡിയോസ് ഒക്കെ ചെയ്തിരുന്നു. അങ്ങനത്തെ കുറേ വീഡിയോ ഭയങ്കര വൈറലായി. ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്, സരോവരം ബയോ പാർക്ക് അറിയാമായിരിക്കും, കാലിക്കറ്റുള്ള സരോവരം ബയോ പാർക്കിൽ ഞങ്ങളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ സിമ്പിളാണ്. ഇപ്പം നമ്മൾ നിൽക്കുന്ന പൊസിഷൻ നമ്മളെ കാലിൻ്റെ ഈ ടോ ഇവിടെ നെറ്റിയിൽ ടച്ച് ചെയ്യണം. ഇങ്ങനെ ടച്ച് ചെയ്യുന്ന വീഡിയോ. ഇത് എത്ര പേർക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുന്ന ഒരു കണ്ടന്റാണ്. ഞാൻ ആദ്യം ഇങ്ങനെ കാണിച്ചു കൊടുത്തു. സ്റ്റാൻഡിങ് പൊസിഷനിൽ ഇത് നേരെ ഇവിടെ ടച്ച് ചെയ്തു, എന്നിട്ട് താഴത്തേക്ക് ഇരുന്നു. എത്ര പേർക്ക് ഇത് ചെയ്യാൻ പറ്റുന്നു അവിടുത്തെ പാർട്ടിസിപ്പൻസിനെ കൊണ്ടൊക്കെ ഞാൻ കളിക്കാൻ വരുന്ന ആളുകളോട് ഇവർക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചാലഞ്ചിങ് കൊടുക്കുമ്പോൾ ഇവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് നാളെ വരെ. അങ്ങനെ ആ ചാലഞ്ച് ചെയ്തപ്പോൾ ആർക്കും ഇത് ചെയ്യാൻ പറ്റുന്നില്ല. 1-2 ആളുകൾ ചെയ്യുന്നുണ്ട്. ചില ആളുകൾ വീഴാൻ പോയി. അത് ഞാൻ പിന്നെ കുറച്ച് കോമഡി സോങ് ഒക്കെ വെച്ചിട്ട് അത് ഭയങ്കര ഇതാക്കി. ആ വീഡിയോ അന്ന് പോസ്റ്റ് ചെയ്ത് പിറ്റേ ദിവസം 1 million, അടുത്ത ദിവസം 2 million, പിന്നെ 3 million. അതിപ്പോൾ അക്കൗണ്ടിൽ ഓൾമോസ്റ്റ് 4 million വീഡിയോ. തൊട്ടടുത്ത ദിവസം സരോവരം ബയോ പാർക്കിൽ ഞങ്ങൾക്ക് നിൽക്കാൻ സ്ഥലമില്ല. തൊട്ടടുത്ത ദിവസം അല്ലെങ്കിൽ ഒരു 1 week ആയപ്പോൾ ഞങ്ങൾ സരോവരം ബയോ പാർക്കാണ് ഞങ്ങൾക്ക് ഏറ്റവും ഫാസ്റ്റ്ലി ഗ്രോ ചെയ്ത സ്ഥലം. 10-15 പേര് വെച്ച് 10 പേര് വെച്ച് സ്റ്റാർട്ട് ചെയ്ത് വിത്തിൻ 1 week 50 പേര്. അവിടെ ഗാലറി ഫുള്ളായി. ആളുകൾ ഭയങ്കര പ്രശ്നമൊക്കെ തുടങ്ങി. ഇത്ര ആളുകൾ വേറെ ആർക്കും വർക്കൗട്ട് ചെയ്യേണ്ടേ, അങ്ങനെ ആ ലെവലിലേക്ക് ഗ്രോ ചെയ്താണ് ആ ഒറ്റ വീഡിയോ. അപ്പം റീസ് ചോദിച്ച ക്വസ്റ്റ്യൻ അതാണ്, നമുക്ക് എങ്ങനെ ഒരു വൈറൽ കണ്ടന്റിലൂടെ കമ്മ്യൂണിറ്റീനെ വലിയ രീതിയിലേക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ നിങ്ങൾ ആക്ഷൻ എടുക്കണം കേട്ടോ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു ആക്ഷൻ ടേക്കറാണ്. എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ എനിക്ക് സമാധാനം ഉണ്ടാവില്ല. എനിക്ക് അപ്പം ചെയ്യണം. എന്തെങ്കിലും ഒരു ട്രെൻഡ് കണ്ടു, എന്തെങ്കിലും ഒരു ഹുക്ക് കണ്ടാൽ ഞാൻ അപ്പം ഇൻഷിനോട് ഒരു ഇൻഷ സാധനം ഇപ്പം ഇട്ടോ ഇത് ഇപ്പം കത്തി. ഇതിപ്പോൾ എനിക്കറിയാം അതിൻ്റെ ഒരു ടൈമുണ്ട്, അല്ലെങ്കിൽ ഇതിപ്പോൾ ഇട്ട് പോകണം. ഒരു മണിക്കൂർ കഴിയുമ്പോൾ അതിൻ്റെ ചാൻസസ് കുറഞ്ഞു വരും. അപ്പം അത് ആ രീതിയിലേക്ക് സോഷ്യൽ മീഡിയ തന്നെയാണ്. എവിടെ നോക്കിക്കഴിഞ്ഞാലും എനിക്ക് പറയാനുള്ളത്, ഇപ്പം ആരോ പറഞ്ഞ പോലെ നിങ്ങളുടെ കാലമാണ്, ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ കാലമാണ്. അതിൽ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക, നിങ്ങൾ ട്രൈ ആൻഡ് എറർ ചെയ്ത് നോക്കുക, വർക്കാവുണ്ടോ നോക്കുക. അത് ഓട്ടോമാറ്റിക്കലി നിങ്ങൾ വർക്ക് ചെയ്യാൻ റെഡി ആണെങ്കിൽ നിങ്ങൾ അത്ര ഡിമാൻഡഡ് ആയിട്ടുള്ള ഓൺടർപ്രണേഴ്സിന്, നമ്മളെ കാര്യം എനിക്കറിയുള്ളൂ, നമ്മളെപ്പോലത്തെ ബിസിനസ്സുകാർക്ക് നിങ്ങളാണ് ആവശ്യം. സ്കെയിൽ ചെയ്യാനും ബിൽഡ് ചെയ്യാനും സെയിൽ ഉണ്ടാക്കാനൊക്കെ ഏറ്റവും കൂടുതൽ ആവശ്യം നല്ല ഡിജിറ്റൽ മാർക്കറ്റിംഗ് അറിയുന്ന ആളുകളെയാണ് നമുക്ക് ആവശ്യം. സെയിൽസ് അറിയുന്ന മാർക്കറ്റേഴ്സിനെയാണ് ഞങ്ങൾക്ക് ആവശ്യം. ഇപ്പൊ എത്ര ഫോളോവേഴ്സ് ഉണ്ട് സ്വെറ്റ് സ്ക്വാഡിൽ? ഇപ്പൊ സ്വെറ്റ് സ്ക്വാഡിൽ 39.3 ആയി, 40K ആയി. അത് വളരെ കുറഞ്ഞ സമയം കൊണ്ടായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 3 to 4 months ആയിട്ടുള്ളൂ. ഇപ്പം നമ്മളൊന്നും കൂടെ സ്ട്രോങ് ആക്കേണ്ട ടൈമാണ്. ഇപ്പോൾ ഒന്നൊരു സാച്ചുറേഷൻ പീരീഡിലാണ്. പക്ഷേ ടീമിനെ നമ്മളിങ്ങനെ വലുതാക്കണം. പിന്നെ ഞാൻ പറഞ്ഞില്ല, അതെൻ്റെ പ്രൈമറി ബിസിനസ് അല്ല, സെക്കൻഡറി ആണ്. അപ്പോൾ പക്ഷേ അതിലേക്ക് ഇനി ഫോക്കസ് കൊടുക്കേണ്ട ഒരു ടൈമാണ്. പിന്നെ അതിൻ്റെ സ്കെയിലബിലിറ്റിയിൽ കുറച്ച് ചാലഞ്ചസ് ഉണ്ട്. കൂടുതൽ ആളുകളുടെ അടുത്തേക്ക് എത്താൻ മാൻ പവർ വേണം, സെൻറ്റേഴ്സ് വേണം. ഓൺലൈൻ പോലെ അത്ര ഈസി അല്ല.
പക്ഷെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ യങ് എന്റർപ്രണേഴ്സ് ലൈക്ക് ഒരു 20-21 ആ ഏജിലുള്ളവർ വരുന്ന സമയത്ത് ഫെയിലിയറിന് ഭയപ്പെടുന്നുണ്ട്. സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ മുമ്പ് തന്നെ ഞാനത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫെയിൽ ആവുമോ, ലൈക്ക് എങ്ങനെ ഇത് മുന്നോട്ടും ആ ഒരു ഇതിനെ ഭയപ്പെടുന്നുണ്ട്. ഇപ്പോൾ അംസാറും മിൻഷിയും ആ ഒരു ടൈമിൽ തന്നെ സ്റ്റാർട്ട് ചെയ്തതാണ് ശരിക്ക്. അപ്പൊ അവർക്ക് കൊടുക്കാനുള്ള ഒരു മോട്ടിവേഷൻ എന്താണ് ശരിക്കും, അല്ലെങ്കിൽ അവർക്ക് കൊടുക്കാനുള്ള ഒരു തോട്ട് എന്താണ്? മേഡത്തിനോട് ഞാൻ വേറെ ഇതിനോട് കണക്ട് ചെയ്തില്ലേ, ഇപ്പോ ഒരു വുമൺ എന്റർപ്രണർ എന്നുള്ള നിലക്ക് അവർക്ക് എങ്ങനെ പ്ലേസ് ചെയ്യാം എന്നുള്ളത്. ഇപ്പോ ചിലപ്പോ ജെൻസ് ചിലപ്പോൾ ഒന്നുകൂടി ഫാസ്റ്റ് ആയിട്ട് ചിലപ്പോൾ ഇതിലേക്ക് എത്തിന്ന് വരും ഓണ്ടർപ്രണർഷിപ്പ് എന്നുള്ള ഒരു ഇതിലേക്ക്. പക്ഷെ ഒരു ആസ് എ വുമൺ എന്റർപ്രണർ എന്നുള്ള നിലയിൽ ഒരുപാട് ചലഞ്ചുകൾ നേരിട്ടിട്ടുണ്ടാവും. അപ്പൊ ഈ ഒരു യങ് ആയിട്ട് വരുന്ന സമയത്ത്, ആ ഒരു ഓണ്ടർപ്രണർഷിപ്പിലേക്ക് വരുന്ന സമയത്ത് ഈ കുട്ടികൾ ഫെയിലിയറിന് ആദ്യം ഭയപ്പെടുന്നുണ്ട്. ഞാനിത് തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്താ ഇത് മുഴുവിക്കാൻ കഴിയോ, കംപ്ലീറ്റ് ആക്കാൻ കഴിയോ, ഞാൻ എവിടെ എത്തും, ഒരുപാട് ചലഞ്ചസുകൾ ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് ഫെയിലിയറിനെ ഭയപ്പെട്ടിട്ട് തന്നെ തുടങ്ങാതിരിക്കുന്നത്. ഇപ്പോൾ അംസാർ പറഞ്ഞ പോലെ ആക്ഷൻ എടുക്കാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. നമ്മൾ ആ ഫസ്റ്റ് സ്റ്റെപ്പ് വെക്കുക എന്നുള്ളതിലേക്ക് എത്തുന്നില്ല. അപ്പൊ അതിനെ പറ്റിയുള്ള ഒരു തോട്ട്സ് എന്തൊക്കെയാണ്? ഫസ്റ്റ്ലി ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കല്യാണത്തിന് ശേഷമാണ് അവിന്റെ കൂടെ കൂടിയത് കൊണ്ട് മാത്രമാണ് ഇതിലേക്കൊക്കെ എത്തിയിട്ടുള്ള ആള്. അതല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ എന്നെ ഏതെങ്കിലും ഒരാൾക്ക് കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്നു, ഞാൻ ചിലപ്പോൾ അവിടെ ജസ്റ്റ് വൈഫായിട്ട് ഇരിക്കുന്നു, അത്രേ ഉണ്ടാവുള്ളൂ. ആഹ് ഇതിലെ ഇങ്ങനെ വന്നതുകൊണ്ട്, ഇങ്ങനെ ഞാൻ അഭിനെ കെട്ടിയത് കൊണ്ട് മാത്രം എനിക്ക് കുട്ടികളുണ്ടെങ്കിൽ പോലും എന്നോട് അഭി പറയും, നീ ഇൻഡിപെൻഡന്റ് ആവണം, ഇൻഡിപെൻഡന്റ് ആവണം. ഓരോ ദിവസം ഇപ്പൊ എനിക്ക് തന്നെ ഇപ്പൊ എന്തെങ്കിലും ഒരു പൈസക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ അഭിനെ ചോദിക്കണം. എനിക്ക് സ്വന്തമായിട്ട് ഏൺ ചെയ്യാനില്ല, എന്റെ കൈമേലില്ല. ഒരു കുട്ടിയൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ എനിക്ക് തന്നെ വാങ്ങണമെങ്കിലും എന്റെ കയ്യിലില്ല. അപ്പൊ അങ്ങനെ ഒരു സ്റ്റേജ് എത്തിയ ടൈമിലാണ് എനിക്ക് തന്നെ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് മനസ്സിലായത്. പിന്നെ ഞാൻ ഫസ്റ്റിലൊരു അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ബിസ്ഗുരുകുൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ. അഫിലിയേറ്റ് മാർക്കറ്റിംഗ് നിങ്ങൾക്ക് അറിയാലുണ്ടാവും. വേറൊരു കമ്പനിക്ക് വേണ്ടി നമ്മൾ ഇൻസ്റ്റാഗ്രാമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോം തുടങ്ങിയിട്ട് അതിൽ നമ്മൾ ലീഡ് ജനറേറ്റ് ചെയ്യുന്നു, നമ്മൾ സെയിൽസ് ഉണ്ടാക്കുന്നു. ആ സെയിൽസിന്റെ ഇത്ര പെർസെൻറ്റേജ് കമ്മീഷൻ നമുക്ക് കിട്ടും. അതാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. അപ്പൊ അത് ചെയ്തതിലൂടെയാണ് പിന്നെ ഞാൻ ഫിറ്റ്വിത്ത് എടിപിയിലേക്ക് മാർക്കറ്റിംഗ് സ്റ്റാഫായിട്ട് പോകുന്നത്. ഓക്കെ, മാർക്കറ്റിംഗ് ഓഫീസറായിട്ട്. ഈ ഒരു വുമൺ ഓണ്ടർപ്രണർഷിപ്പ് എന്നുള്ള വലിയ വേർഡൊന്നും എനിക്കറിയില്ല. ബട്ട് എന്ത് വന്നാലും വുമൺസ് ഇൻഡിപെൻഡന്റ് ആവണം, ഏൺ ചെയ്യണം. അതിന് ഫസ്റ്റ് അത് ഏൺ ചെയ്തിട്ട് കെട്ടാൻ പറ്റുമെങ്കിൽ അത്രയും ബെറ്റർ. കാരണം അങ്ങനെ ഒരു സപ്പോർട്ടീവ് ഹസ്ബൻഡ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ട്. ഓക്കെ, നമ്മളവിടെ കുട്ടികളെ നോക്കി അവിടെ ഒതുങ്ങി കൂടി പോവും. പിന്നെ ഒരു ഏജൊക്കെ കഴിഞ്ഞ് ഇവര് വലുതാവുമ്പോഴായിരിക്കും നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം തോന്നുക. പക്ഷെ ആ പ്രായത്തിലിട്ട് നമുക്കെല്ലാം ചെയ്യാനും പറ്റൂല. ഈ ഒരു പ്രായത്തിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈമാണ്. ഞാൻ ഇപ്പൊ 25 ആണ്. അപ്പൊ ഈ ഒരു പ്രായത്തിൽ എനിക്ക് എന്ത് ചെയ്താലും പ്രശ്നമില്ല, എന്ത് തെറ്റിയാലും പ്രശ്നമില്ല. ഓക്കെ, എന്തായാലും എല്ലാ ലേഡീസ്, ഇവിടെ ഉള്ള എല്ലാ വുമൺ പൈസ ഉണ്ടാക്കട്ടെ, ഇൻഡിപെൻഡന്റ് ആവട്ടെ. ഫെയിലിയേഴ്സിനെ എങ്ങനെയാണ് ഫെയിലിയറിനെ ഭയപ്പെട്ടിട്ട് അവർ സ്റ്റാർട്ട് ചെയ്യുന്നത്, ആക്ഷൻ എടുക്കുന്നത്? ആക്ഷൻ എടുക്കാത്ത പ്രോബ്ലം. സി, ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങൾ ഈ ടേം ഉണ്ടല്ലോ ഫെയിലിയർ, ഈ വാക്ക് തന്നെ കഴിയുന്നത് ഒഴിവാക്കാൻ ശ്രമിക്കുക. എൻ്റെ ഒക്കെ ഡിക്ഷണറിയിൽ എന്താ വെച്ചാൽ ദർ ഈസ് നോ ഫെയിലിയർ, ഓൺലി ലേണിംഗ്, അല്ലെങ്കിൽ ദർ ഈസ് നോ ഫെയിലിയർ, ഓൺലി ചാലഞ്ചസ്. സി, ഇതിന് രണ്ടിനും ചെറിയ ഡിഫറൻസ് ഉണ്ട്. ഈ ഫെയിലിയർ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ വരുന്ന കുറച്ച് പിക്ചേഴ്സ് ഉണ്ട്. ഫെയിലിയർ എന്ന് പറയുമ്പോൾ നമ്മളാകെ ഡൗൺ ആയി, അല്ലെങ്കിൽ അതവിടെ സ്റ്റക്കായി, ഇതാണല്ലോ ഫെയിലിയർ. തോറ്റു പോകുക എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡിൽ വരുന്ന കുറേ പിക്ചേഴ്സ് ഉണ്ട്. അതോടുകൂടി അവസാനിച്ചു, നമ്മൾ തീർന്നു പോയി, ഇനി നമ്മൾ ചെയ്യാൻ പാടില്ല. ഇതൊക്കെയാണ് ഫെയിലിയർ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ വരുന്ന പിക്ചേഴ്സ്. ഈ ഫെയിലിയർ എന്നുള്ള ടേമിനെ നേരെ മാറ്റുക, ചാലഞ്ചസ് എന്നാക്കിയാൽ മതി. ഞാൻ എവിടെ വരികയാണെങ്കിലും ആ ബിസിനസ്സിന് ചെറിയ ചാലഞ്ച് ഉണ്ട്. വലിയ ഫെയിലിയർ ആയിരിക്കും, പക്ഷെ ഞാൻ പറയും ബിസിനസ്സിൽ, സെയിൽസിൽ ചെറിയ ചാലഞ്ച് ഉണ്ട്, മാർക്കറ്റിംഗിൽ ചെറിയ ചാലഞ്ച് ഉണ്ട്. ഈ ചാലഞ്ച് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? നേരിടാം, അതിനെ മറികടക്കണം. മുമ്പിലൊരു ചാലഞ്ച് വന്നാൽ നമ്മൾ മുമ്പിൽ അത് ചാടിക്കിടക്കും എന്നുള്ളതാണ്. അപ്പൊ ഇത് നമ്മളെ തോട്ടിൽ വരണം. നമ്മളെ തോട്ടിൽ തന്നെ ഫെയിലിയർ എന്നുള്ള ടേം യൂസ് ചെയ്യരുത്, അതിനെ ലേണിംഗ് ആയിട്ട് എടുക്കുക. ഒന്ന്. രണ്ട്, ഫെയിലിയർ എന്നുള്ള ടേമിന് പകരം ചാലഞ്ചസ് മാത്രം യൂസ് ചെയ്യുക. നമ്മുടെ മൈൻഡിൽ എപ്പോഴും അതൊരു ചാലഞ്ചാണ്. നമ്മൾ വിചാരിച്ചാൽ നമുക്കത് ഓവർകം ചെയ്യാൻ പറ്റും. നമ്മുടെ ടീമും വിചാരിച്ചാൽ നമുക്കത് ഓവർകം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ ഫെയിലിയർ, ചാലഞ്ചസ് ഉണ്ടാവും എവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാലും. സ്റ്റിൽ ഇപ്പോഴും ഞങ്ങൾ കുറേ ചാലഞ്ചസ് ഫേസ് ചെയ്യുന്നുണ്ട്. സ്റ്റിൽ നമ്മൾ ചാലഞ്ചസ് ഫേസ് ചെയ്യുന്ന ഒരു സ്റ്റേജിൽ എത്തി ഞങ്ങൾക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല. ഞങ്ങൾ കൂടുതൽ ആളുകളുടെ അടുത്ത് സംസാരിക്കുന്നത്, ഇവരായിട്ട് സപ്പോർട്ട് ചെയ്യുന്നവർ ചോദിക്കുന്നത് എങ്ങനെ നമുക്ക് മാർക്കറ്റിംഗ്, സെയിൽസ് കൂട്ടാം.
അപ്പം നമ്മൾ കുറേ ഓണ്ടർപ്രണേഴ്സിനെ നേരിട്ട് കാണാൻ പോകുന്നുണ്ട് ഇപ്പം ഞങ്ങൾക്ക് സ്കെയിൽ ചെയ്യണം. ഇതിന്റെ സ്കെയിലബിലിറ്റി എങ്ങനെയാണെന്ന് അറിയില്ല, ടീമിനെ എങ്ങനെ എക്സ്പാൻഡ് ചെയ്യണം, ഇതിനെങ്ങനെ ലീഡ് ചെയ്യണം. അപ്പൊ ഇത് ഞങ്ങൾ ഫേസ് ചെയ്യുന്ന ചലഞ്ചാണ്. ഇനിയിപ്പോ ഇൻ കേസ് ഞങ്ങൾ ആ ചലഞ്ചസ് ഓവർകം ചെയ്തു എന്ന് വിചാരിക്കും, അത് കഴിഞ്ഞാൽ അവിടെ വേറെ ചലഞ്ച് ഉണ്ടാവും. അത് കഴിഞ്ഞാൽ അവിടെ വേറെ പുതിയ സാധനം എന്തെങ്കിലും കിടക്കുന്നുണ്ടാവും. അത് ഞങ്ങൾക്ക് അറിയാം, ഞങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായി. ഭയങ്കര ഈസി ആയിരിക്കും. നമുക്ക് ഇത് വേറെ ആൾക്ക് ഇത് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും. അപ്പൊ ഓരോ ലൈഫിൽ ഓരോ സ്റ്റേജിൽ ഓരോ ചാലഞ്ചസ് ഉണ്ടാവും. അപ്പം ഇതിനെ നിങ്ങൾ അതെ, ഈ നിങ്ങളുടെ ഏജിന് വലിയൊരു പ്രിവിലേജ് ഉണ്ട് കേട്ടോ. ഈ ഏജിൽ നിങ്ങൾക്ക് റിസ്ക് എടുക്കാൻ എന്തും ചെയ്യാം. ഈ ഏജിൽ നിങ്ങൾ എന്ത് റിസ്ക് എടുത്താലും ആരും നിങ്ങളെ മാർക്കിടാൻ പോകുന്നില്ല. നിങ്ങൾ അങ്ങനെ ആക്കിയല്ലോ ഇങ്ങനെ ആക്കിയല്ലോ ഒന്നും ഒരു പ്രോബ്ലം ഇല്ല. ഒരു 25-26 വയസ്സ് വരെയൊക്കെ നിങ്ങൾക്ക് അത് ചെയ്യാം. പക്ഷെ അത് കഴിഞ്ഞാൽ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസ് മാറും, നിങ്ങളുടെ കമ്മിറ്റ്മെന്റ്സ് കൂടും, ഫാമിലി റെസ്പോൺസിബിലിറ്റീസ്, ആളുകളെടുത്ത് നമ്മൾ ഉത്തരം കൊടുക്കേണ്ട സമയം വരും. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. അടുത്തൊരു 5 വർഷം നിങ്ങൾക്ക് 18-22 വയസ്സിന്റെ ഇടയിലുള്ള ആളുകളാണെങ്കിൽ ഒരു 25-26 വയസ്സ് വരെ എന്തും ചെയ്യാം. നിങ്ങൾക്ക് പഠിക്കുക, ഇംപ്ലിമെന്റ് ചെയ്യുക, ഫെയിലിയർ ആവുക, അടുത്ത് ചെയ്യുക, ഫെയിലിയർ ആവുക, അടുത്ത് ചെയ്യുക. അതിന് പറ്റിയൊരു ടൈമാണ്. ആരും അതാലോചിച്ചിട്ട് ഫെയിലിയർ ആവുന്ന പേടിച്ചിട്ട് ആക്ഷൻ എടുക്കാതിരിക്കുന്നത്. ഞാൻ തോറ്റുപോകല്ലോ എന്ന് വിചാരിച്ചിട്ട് ആക്ഷൻ എടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ ഫെയിലിയർ. ആക്ഷൻ എടുക്കുക. അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഫെയിലിയർ ആയ നിങ്ങൾ അതിൽ എന്തെങ്കിലും ഒരു സാധനം പഠിക്കും. എങ്ങനെ ഇനി ഫെയിലിയർ ആവരുതെന്നെങ്കിലും നിങ്ങൾ പഠിക്കും. ആ ഒരു സ്റ്റെപ്പ് എങ്ങനെ എടുക്കരുത്, എടുത്താണ്ടാവുന്ന ബുദ്ധിമുട്ടുകളെ പറ്റിയും പഠിക്കും. അപ്പം അത് നിങ്ങൾ ആരും ബോധം. ഇപ്പം ഞാനൊക്കെ എത്രയോ മിസ്റ്റേക്കുകൾ, സ്റ്റിൽ ഇപ്പോഴും മിസ്റ്റേക്കുകൾ, പല പല ഇൻവെസ്റ്റ്മെന്റുകൾ, ഇതൊക്കെ നമ്മൾ ഈ പ്രായത്തിനിടെ വരുത്താൻ പറ്റാവുന്ന ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ്, അതൊക്കെ നമ്മൾ ഫെയിലിയർ ആവുന്ന ഒരു മൊമെന്റിൽ എത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇപ്പോഴും പലപ്പോഴും റോങ് ടീമിനെ ഹയർ ചെയ്ത് നമ്മൾ ചെയ്യുന്ന ഫെയിലിയേഴ്സ് ഉണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓക്കെ, ഇനിയിപ്പോൾ അത് ഓക്കെ, ആ പൈസ പോയി, നമ്മളത് ആലോചിച്ച് ഇങ്ങനെ ഹയർ ചെയ്യരുതെന്ന് മനസ്സിലായി. ലേണിംഗ് ആയി. ഓൺലൈനിൽ ചില ആളുകൾ ഹയർ ചെയ്യും, അതിൽ പ്രശ്നം വരും. ഓഫ്ലൈനിൽ ഓഫീസ് ബിൽഡ് ചെയ്യും, അതിൽ ചില പ്രോബ്ലം വരും. അപ്പൊ എല്ലാത്തിനും നമുക്ക് ഫെയിലിയർ ഒരു ലേണിംഗ് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ ചൂടുവെള്ളത്തിൽ ചാടില്ല എന്ന് പറഞ്ഞ പോലെ ചെയ്തില്ലെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പോലും മനസ്സിലാവില്ല. തീർച്ചയായിട്ടും. അപ്പൊ ഇതിൽ എനിക്ക് ചെറിയൊരു കൂടെ നമ്മളെ വീടിന്റെ ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു. ഫെയിലിയർ പറഞ്ഞപ്പോ ഞാൻ അവിടെ കൂടി അതും കൂടി ഒന്ന് നോട്ട് ചെയ്താൽ. അത് ഞാൻ 1-2 വീഡിയോയിൽ അത് പറഞ്ഞപ്പോൾ ആ വീഡിയോ ഭയങ്കര റീച്ച് പോയിട്ടുണ്ടായിരുന്നു. അത് വേറെ ഒന്നുമല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ലൈഫിൽ ഭയങ്കര ചാലഞ്ചസ് ഉണ്ടായിരുന്നു. ഞാൻ പെരിന്തൽമണ്ണയിലേക്ക് വരുന്നതിന് കുറച്ച് റീസൺസും ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് കാലിക്കറ്റിലായിരുന്നു ഫസ്റ്റ് ഫിറ്റ്നസ് സെന്റർ ഉണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ മദറാണ് എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്ത് ഏറ്റവും സ്റ്റിൽ നമ്മളെ റോൾ മോഡൽ മദറാണ്. മദറെ പറ്റി പറയാനാണെങ്കിൽ കുറേ പറയാനുണ്ട്. ഇന്ത്യ മുഴുവൻ ഇന്നോവ കാറിൽ ഇന്ത്യ മുഴുവൻ റൈഡ് ചെയ്തിട്ട്, ഒറ്റയ്ക്ക് റൈഡ് ചെയ്തിട്ട്, കൂടെ 2 ഫ്രണ്ട്സും ഉണ്ട്. ഇപ്പം മദർ 56-57 എത്തിയിട്ടുണ്ടാവും. അപ്പൊ ഇന്നോവ കാറിൽ ഇന്ത്യ മുഴുവൻ ഓൾ ഇന്ത്യ ട്രിപ്പ് 2 ലേഡി ഫ്രണ്ട്സിന്റെ കൂടെ. അവർക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ല. എന്നിട്ട് മമ്മി മാത്രമാണ് അത് ഓടിയത്. നിങ്ങൾക്ക് ഏകദേശം മമ്മീന്റെ ഒരു മൂഡ് മനസ്സിലായല്ലോ. ഏകദേശം ഒരു 30ഓളം രാജ്യങ്ങൾ ഇപ്പം എല്ലാ യൂറോപ്യൻ രാജ്യം കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. ആഫ്രിക്കൻ രാജ്യങ്ങളും ഏഷ്യയിലുള്ള ഒരുവിധം എല്ലാ സ്ഥലങ്ങളൊക്കെ കണ്ട്, അത് ഒറ്റയ്ക്ക് സോളോ ട്രിപ്പ്. ഇവിടുന്ന് അറിയുന്ന ഒരാളും ഉണ്ടാവില്ല. ഇവിടുന്ന് ഒറ്റയ്ക്ക് പോയിട്ട് പിന്നെ അവിടെ നിന്നാണ് ആളുകളായിട്ട് കണക്റ്റഡ് ആവുന്നു, പരിചയപ്പെടുന്നു. ഏജ് 16 അടുത്തായി. അപ്പൊ ഇത്രയും ചെയ്യുന്ന ഒരാളാണ് നമ്മളെ റോൾ മോഡല്. അപ്പൊ നമുക്കറിയാം. പക്ഷേ ഓരോ സ്റ്റേജിൽ എത്തുമ്പോൾ പല ചാലഞ്ചസ് വരും. ഈ പറഞ്ഞ പോലെ അങ്ങനെ കുറച്ച് ഫിനാൻഷ്യൽ ചാലഞ്ചസ് ഞങ്ങൾക്ക് ആ ഒരു ടൈമിൽ ഉണ്ടായിരുന്നു. ഉമ്മ വർക്ക് ചെയ്യുന്നൊരു ടൈമായിരുന്നു. അപ്പൊ അന്ന് ഉമ്മ തന്നെയാണ് കംപ്ലീറ്റ്ലി ഞങ്ങളെ വീടൊക്കെ ബിൽഡ് ചെയ്തതും. അത്യാവശ്യം 3000 സ്ക്വയർ ഫീറ്റ് വീടൊക്കെ ഉമ്മ സ്വന്തമായിട്ട് ജോലി ചെയ്തിരുന്നു. പക്ഷെ ഒരു മൊമെന്റിൽ എത്തിയപ്പം നമുക്കത് കൊടുക്കേണ്ട ഒരു സ്റ്റേജ് വന്നു. ഫിനാൻഷ്യൽ ക്രൈസിസ് വന്നു. പല കാരണങ്ങൾ കൊണ്ടാണ് അത് വന്നത്. അപ്പോൾ നമ്മൾ ആ വീട് കൊടുത്തു. ഞാൻ ആ വീട് വിറ്റിട്ടാണ് ഞങ്ങൾ പെരിന്തൽമണ്ണയിലേക്ക് വരുന്നത്. ഒരു 8 വർഷം മുമ്പ് ഞങ്ങൾ വരുന്നത്. പിന്നെ ഞങ്ങൾ ഇവിടെ ഒരു വാടക വീട്ടിലാണ് താമസിക്കുന്നത്. പക്ഷെ ഞങ്ങളിലുള്ള പൈസ ഒക്കെ വെച്ചിട്ട് ഇവിടെ ജിം സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങൾ ബിസിനസ് തുടങ്ങി. ബിസിനസ്സിൽ സ്റ്റാർട്ട് ചെയ്ത് വരുന്നത്. അങ്ങനെ ഇതിനോടൊരു കമ്മിറ്റ്മെന്റ് ഉള്ളതുകൊണ്ടാണോ, അല്ലെങ്കിൽ വീട് പോയത് ഉള്ളിൽ എവിടെയോ കിടക്കുന്ന ഒരു വിഷമമായിരിക്കാം, ഒരു സങ്കടമായിരിക്കാം. വീട് നഷ്ടപ്പെട്ടിട്ടുണ്ട്, സ്വന്തമായിട്ട് വീടില്ല. നമ്മൾ അത്രയും വലിയ രീതിയിലേക്ക് വീടെടുത്ത ആളുകളുടെ മുമ്പിലൊക്കെ ഭയങ്കര പ്രൗഡായിട്ട് നിന്നിരുന്ന ഒരു സമയമായിരുന്നു ആ വീടും കാര്യങ്ങളൊക്കെ. അറിയാലോ, വീട് വെക്കുമ്പോൾ കിട്ടുന്ന സന്തോഷമൊക്കെ. അങ്ങനെ വീട് നഷ്ടപ്പെട്ടതിൻ്റെ ഒരു സങ്കടം ഉള്ളിലുണ്ട്. അങ്ങനെ ബിസിനസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തു. കാര്യങ്ങളൊക്കെ ഗംഭീരമായി പോയ സമയത്ത് ഞാൻ മദറിൻ്റെ അടുത്ത് ചോദിച്ചു, ഞങ്ങൾക്കൊരു വീട് വെക്കണം എന്നുള്ളൊരു ഫിനാൻഷ്യലി ഉള്ള പൈസയൊക്കെ കയ്യിൽ വന്നു. അങ്ങനത്തെ സമയത്ത് മദർ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ആ വീട് തിരിച്ചു വാങ്ങാം.
ആ വീട് തിരിച്ചു വാങ്ങണം എന്നുള്ളതായിരുന്നു ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്ത് ആ വീട് വിറ്റ ആളെടുത്ത് കൂടി ഞങ്ങളോട് സംസാരിച്ചു. ആള് നമ്മളെ ഭയങ്കര അടുത്ത റിലേറ്റീവ് ആയിരുന്നു. ആൾ ഒരു രൂപ പോലും എക്സ്ട്രാ ചോദിച്ചിട്ടില്ല. അന്ന് എത്രയാണോ അന്ന് മദർ കുറെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരാളായിരുന്നു അവർ ചെറുപ്പത്തിലൊക്കെ. അപ്പൊ ആ ഒരു മ്യൂച്വൽ ഇതായിരിക്കാം, ആ ഒരു ഹെൽപ്പ് സപ്പോർട്ട് ചെയ്തുകൊണ്ടായിരിക്കാം ഒരു രൂപ പോലും എക്സ്ട്രാ പറഞ്ഞിട്ടില്ല. എത്ര എമൗണ്ടിനാണോ നമ്മൾ വിറ്റത് അതേ എമൗണ്ട് ഞാൻ റെഡി ക്യാഷ് ആയിട്ട് കൊടുത്തു. തൊട്ടടുത്ത ദിവസം തന്നെ വീട് ഞങ്ങളുടെ പേരിലേക്ക് മാറ്റി എഴുതി. അതിനുശേഷം ഞാനത് റിനോവേറ്റ് ചെയ്തു. ഒരു 1 CR അടുത്ത് ഞാൻ വീട്ടിൽ കയറ്റി വലിയ ഫംഗ്ഷൻ വെച്ചു. അന്ന് പല ആളുകളും കളിയാക്കി പറഞ്ഞ അല്ലെങ്കിൽ വീട് വിറ്റു എന്ന് മേ ബി ഒരു സഹതാപത്തോടു കൂടി നമ്മളെ നോക്കി കണ്ട ആളുകൾ നമ്മൾ പ്രൗഡായിട്ട് കാണാൻ തുടങ്ങി. എൻ്റെ ഹൗസ് വാമിങ് 4 ദിവസത്തെ പരിപാടിയായിരുന്നു. 4 ദിവസത്തെ പരിപാടിയായിരുന്നു. ഒരു ദിവസം എൻ്റെ ഫാമിലി പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഒരു ദിവസം എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഫംഗ്ഷൻസ്, ഒരു ദിവസം ബിസിനസ് പെരിന്തൽമണ്ണയിലുള്ള ആളുകൾക്ക് വേണ്ടി മാത്രമുള്ള ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അത്രയും വലിയൊരു ഇവന്റ് ആക്കി നടത്താൻ സാധിച്ചു. അതൊരു ഫെയിലിയർ എന്നാണ് തുടങ്ങിയത്. അതും സ്റ്റാർട്ട് ചെയ്തത് ഒരു ഫെയിലിയർ എന്നാണ്, പക്ഷെ അത് അവസാനിച്ചത് ഒരു സക്സസിലാണ്. അപ്പൊ ഫെയിലിയർ ഒരിക്കലും ഒരു അവസാനമല്ല. ഫെയിലിയർ പണ്ട് മുതലേ പറയുന്ന സാധനമാണ്. ഫെയിലിയർ അടുത്ത സ്റ്റെപ്പിലേക്ക് കയറാനുള്ള ഒരു ചുവട്ടുപടിയാണ്. അത് വെറുതെ പറയുന്നതല്ല, അത് റിയൽ ആണ്. നെക്സ്റ്റ് ഉള്ളത് ഇപ്പോൾ നമ്മളിപ്പോൾ ജോബിലാണെന്നുണ്ടെങ്കിലും ബിസിനസ്സിലാണെന്നുണ്ടെങ്കിലും സ്ട്രെസ്ഫുൾ ആയ ഒരുപാട് കാര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും. അപ്പോൾ ആസ് എ ഫിറ്റ്നസ് കോച്ച് എന്നുള്ള നിലയ്ക്ക് എങ്ങനെ അതിനെ ഹാൻഡിൽ ചെയ്യുന്നു, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിനെ ഹാൻഡിൽ ചെയ്യേണ്ടത്? എന്തെങ്കിലും ഈസി ടെക്നിക്സുകൾ കൊടുക്കാൻ പറ്റുമോ? നമ്മൾ ഇനി ഇത് ഫാമിലി ലൈഫ് ആണെന്നുണ്ടെങ്കിലും ജോബ് ആണെന്നുണ്ടെങ്കിലും ബിസിനസ് ആണെന്നുണ്ടെങ്കിലും ലൈക്ക് അതിലൂടെ പോകുമ്പോൾ ഉള്ള സ്ട്രെസ്സിനെ എങ്ങനെ ആസ് എ ഫിറ്റ്നസ് കോച്ച് എന്നുള്ള നിലയ്ക്ക് എങ്ങനെ കാണുന്നു, അതിനെങ്ങനെ ഹാൻഡിൽ ചെയ്യണം? ഞാന് മദറാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര സ്ട്രെസ്സാണ് ഇവരെല്ലാവരുടെയും കഴിച്ചിലും ഇത് കാര്യങ്ങളൊക്കെ കേൾക്കുമ്പം. അപ്പൊ അതിൽ നിന്ന് എനിക്ക് ഏറ്റവും എന്റെ ഹാപ്പിനെസ് തരുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് വർക്കൗട്ടാണ്. ഞാന് ഉച്ചയ്ക്ക് ഒരു 12:30ക്കാണ് വർക്കൗട്ട് ചെയ്യുക. അപ്പൊ ആ ടൈമിൽ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അന്നത്തെ ഫുൾ ഡേ ഒരു ഹാപ്പിനെസ് കിട്ടും. എനിക്ക് എനർജി കിട്ടും. കുട്ടികളെ നോക്കാനാണെങ്കിലും കുട്ടികളുടെ എനിക്ക് ദേഷ്യം വരില്ല. ഈ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫുൾ ഹാപ്പി ആൻഡ് എനർജറ്റിക് ആണ്. അപ്പൊ അതാണ് എന്റെ ഒരു സ്ട്രെസ് ബസ്റ്റർ. വർക്കൗട്ട് നിങ്ങളെ സ്ട്രെസ് ഒരുപാട് കൺട്രോൾ ചെയ്യും. ഒന്ന്. രണ്ടാമത് നമ്മള് ജേർണലിങ് ചെയ്യുക. നമുക്ക് സ്ട്രെസ് വരുന്നതാണ്. ജേർണലിംഗ് എന്ന് പറയുമ്പം ഡേ പ്ലാൻ ചെയ്യാൻ ശ്രമിക്കുക. ഇന്ന് ഒരുപാട് ആപ്ലിക്കേഷൻസുകളൊക്കെ ഫ്രീ ആയിട്ട് കിട്ടും. ഇപ്പം ട്രെല്ലോ പോലത്തെ ആപ്ലിക്കേഷനിലൊക്കെ ഒരു എമൗണ്ട് പോലും നിങ്ങൾ കൊടുക്കണ്ട. പക്ഷെ എന്ത് ചെയ്യണം ഒരു ഡേ, ഇപ്പം സ്ട്രെസ് വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെയോ ചെയ്യാനുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം അത് ചെയ്യണം, ഇത് ചെയ്യണം, പക്ഷെ ഒന്നും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത സമയത്ത് നമുക്കൊരു സ്ട്രെസ് വരും. ഇനി ചിലത് നമ്മൾ വിട്ടുപോയാൽ നമുക്കൊരു സ്ട്രെസ് വരും. ഡെസിഷൻ എടുക്കാൻ വരുന്നത് നമുക്ക് സ്ട്രെസ് വരും. പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ വേറെ എന്തെങ്കിലും സ്ട്രെസ്സുകളൊക്കെ ആയിരിക്കും. അപ്പം നമ്മൾ ടൈം മാനേജ് ചെയ്യാൻ പഠിക്കാം. അപ്പം സച്ചിൻ തെണ്ടുൽക്കറിന് ഒരു ദിവസം എത്ര ടൈമാണ് ഉള്ളത്? എത്ര മണിക്കൂറുണ്ട് അല്ലേ? 24 hours ആണ്. ഇപ്പം സ്ത്രീകളെ വെച്ച് പറയുമ്പം പേളി മാണി അല്ലെങ്കിൽ മഞ്ജു വാര്യർ, ഇവർക്കൊക്കെ ടൈം എത്രയാ? 24 hours അല്ലേ? നമുക്ക് എത്രയാ ടൈം? 24. അപ്പൊ ആർക്കും എക്സ്ട്രാ ടൈം ഒന്നും കൊടുത്തിട്ടില്ല. അപ്പം ഓക്കെ, സുനിത വില്യംസ് ബഹിരാകാശത്തൊക്കെ പോകുന്ന ആളാണ്, ഇന്ന് ഒരു 4 മണിക്കൂർ എക്സ്ട്രാ എടുത്തോ, അങ്ങനൊന്നും പടച്ചോൻ പറഞ്ഞിട്ടില്ല. എല്ലാവർക്കും ഈക്വൽ ടൈമാണ്. അല്ലെങ്കിൽ മഞ്ജു വാര്യർ എടുത്ത് നല്ല ഫിലിം ആക്ട്രസ് അല്ലേ, ഒരു 2 മണിക്കൂർ എക്സ്ട്രാ ഷൂട്ടിങ്ങിന് പോയി, ഇതൊന്നുമില്ല. ടൈം എല്ലാവർക്കും സെയിം ആണ്. ഈ ടൈം നമ്മൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ സക്സസ്. അപ്പൊ ഈ ടൈമിനെ എങ്ങനെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം? സ്റ്റിൽ നമ്മൾ ഇപ്പോഴും അത് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക. ഇനി എങ്ങനെ എന്നെ മൾട്ടിപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ കൂടുതൽ നമ്മൾ പ്രൊഡക്ടിവിറ്റി കൂട്ടുക. നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ തലേന്ന് നിങ്ങൾ എഴുതി വെക്കണം. ഓക്കെ, രാവിലെ 6 മണിക്ക് എഴുന്നേൽക്കും, 6 to 6:30 ഇന്ന ഡ്യൂട്ടി, 6:30 to 7:30 ഇന്ന ഡ്യൂട്ടി, 8 to 9 ഇത്ര ഡ്യൂട്ടി, അല്ലെങ്കിൽ 9 കഴിഞ്ഞാൽ എനിക്ക് ഓഫീസിൽ പോകണം, 10 മണി മുതൽ 11 വരെ ഇന്ന ഡ്യൂട്ടി, 12 മണിക്ക് എൻ്റെ ലഞ്ചിൻ്റെ ടൈം, അത് കഴിഞ്ഞാൽ എൻ്റെ അതിലെല്ലാം ഉണ്ടായിരിക്കണം. നിങ്ങൾ എൻ്റർടൈൻമെൻറ്റ് ഉണ്ടായിരിക്കണം, നിങ്ങളെ ഫാമിലി ഉണ്ടായിരിക്കണം, നിങ്ങളെ പ്രൊഫഷൻ ഉണ്ടായിരിക്കണം, നിങ്ങളുടെ വർക്കൗട്ട് ഉണ്ടായിരിക്കണം, നിങ്ങളിപ്പോൾ സിനിമക്ക് പോകാൻ ആഗ്രഹിക്കുന്നത് അതുണ്ടാവും, ട്രിപ്പ് പോകാൻ, എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഡേ പ്ലാൻ ഉണ്ടാക്കിയിട്ട് അതിൽ ആ പ്ലാനോട് കൂടി പോയി കഴിഞ്ഞാൽ നിങ്ങളെ സ്ട്രെസ് കുറയും. ഇതാണ് വലിയ രീതിയിലേക്ക് ഒരു ഡേ പ്ലാൻ ചെയ്യാന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഭയങ്കര ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഫോർ എക്സാമ്പിൾ, ഉറങ്ങാൻ കിടക്കുന്നതിനേക്കാൾ മുമ്പ്, എല്ലാ ദിവസവും നമ്മൾ ഉറങ്ങാൻ കിടക്കുന്നതിനേക്കാൾ മുമ്പ് ഒരു 10 പേരോട്
നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിരിക്കും. ഇന്ന് നിങ്ങളെല്ലാവരും ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് നിങ്ങളെല്ലാവരും ഈ സീറ്റിൽ AC റൂമിൽ ഇത്ര ഈ ഒരു അക്കാഡമിയിൽ നിങ്ങൾ വന്നു പൈസ കൊടുക്കാതെ നിങ്ങൾക്ക് ആർക്കും കൂടെ പങ്കെടുക്കാൻ പറ്റില്ല. നിങ്ങൾ പൈസ കൊടുത്ത് ഇവിടെ അക്കാഡമി സ്റ്റുഡൻ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഗ്രേറ്റ്ഫുൾ ആയിട്ടിരിക്കേണ്ട പല ആളുകളുണ്ട്. നിങ്ങളുടെ പാരൻസ് ആവാം, അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കിയ ആളുകളാണെങ്കിൽ നിങ്ങളെ ബിസിനസ് ഓണേഴ്സ് ആവാം, നിങ്ങളുടെ സിസ്റ്റേഴ്സ് ആവാം. അപ്പം നമ്മൾ നന്ദി പറയാനാണെങ്കിൽ ഇഷ്ടംപോലെ ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. പക്ഷെ കംപ്ലൈൻറ്റ് പറയാനാണെങ്കിൽ കുറേ ഉണ്ടാവും. പക്ഷെ അതിലേക്ക് ഫോക്കസ് ചെയ്യും. അപ്പം എനിക്കിപ്പോഴും അവിടെ എത്താൻ പറ്റിയില്ല, എനിക്ക് നല്ലൊരു വണ്ടിയില്ല, എനിക്ക് നല്ലൊരു വീടില്ല, എനിക്ക് നല്ലൊരു കാറില്ല, ഇങ്ങനെ പറയാനാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ലിസ്റ്റ് ഉണ്ടാവും. അതിൻ്റെ ഇരട്ടി ലിസ്റ്റ് ഉണ്ടാവും നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാൻ തുടങ്ങിയാൽ. ഇപ്പോൾ ഞാൻ എന്തെങ്കിലും ഭയങ്കര സ്ട്രെസ്സായിട്ട് നിൽക്കുന്ന ഒരു ടൈം ഉണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് ചെയ്യാൻ ബുക്ക് എടുക്കും. ഞാൻ ബുക്ക് എടുത്തിട്ടുണ്ട് ഒരു 100 ഗ്രാറ്റിറ്റ്യൂഡ് എഴുതും. ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്, ഭയങ്കര സ്ട്രെസ്ഡ് ആണ്, എന്താതൊന്നും ശരിയാവാത്തത്, അങ്ങനെ നിൽക്കുന്ന മൈൻഡിൽ ഞാൻ ആദ്യം ചെയ്യാൻ ബുക്ക് എടുക്കും. ആൻഡ് ഐ ആം സോ ഗ്രേറ്റ്ഫുൾ ഫോർ ദിസ്, ഐ ആം സോ ഗ്രേറ്റ്ഫുൾ ഫോർ ഇതിങ്ങനെ അങ്ങനെ ഒരു 100 എഴുതി കഴിഞ്ഞാണ്ടല്ലോ ഞാൻ ഭയങ്കര സംഭവമല്ല, ഇത്രയും അധികം സംഭവം എനിക്കുണ്ട്. ആലോചിച്ച് വലിയ വീടുണ്ട്, വലിയ കാറുണ്ട്, വൈഫുണ്ട്, വലിയൊരു ടീമുണ്ട്, ഐ ആം സോ ഗ്രേറ്റ്ഫുൾ ഫോർ നല്ല ഡിജിറ്റൽ ടീമുണ്ട്, നല്ല മാർക്കറ്റിംഗ് ടീമുണ്ട്, എല്ലാം ഉണ്ട്. ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ. എന്തിനാണ് ഞാൻ ഭയങ്കര സ്ട്രെസ്ഡ് ആവുന്നു? അപ്പം ഡെയിലി രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിനേക്കാൾ ഒരു 10 പേരെ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത്, അത് വലിയ ആളുകളൊന്നും ആവണ്ടാട്ടോ. അപ്പൊ ചില ആളുകൾ വിചാരിക്കും ഗ്രേറ്റ്ഫുൾ എന്ന് പറയുമ്പോൾ ഭയങ്കര വലിയ ഒന്നും വേണ്ട. നിങ്ങളെ വീട്ടിൽ പത്രം ഇടുന്ന ഒരാൾ, നിങ്ങളെ വീട്ടിൽ പാല് കൊണ്ടുവരുന്ന ആൾ, അല്ലെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ചെറിയ ചെറിയ അത് ഭയങ്കര നിങ്ങൾ ഫീൽ ചെയ്ത് പറയണം. ഐ ആം സോ ഗ്രേറ്റ്ഫുൾ ഫോർ ദിസ് പേഴ്സൺ, ഐ ആം സോ ഗ്രേറ്റ്ഫുൾ ഫോർ ദിസ്. ആ ഒരു വ്യക്തിയെ പറഞ്ഞുകൊണ്ട് അത് എന്തുകൊണ്ടാണെന്നും പറയാൻ പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ യൂണിവേഴ്സ് നമ്മളെ സപ്പോർട്ട് ചെയ്യും, ഉറപ്പാണ്. ആ ടൈം ആകുമ്പം ഏതെങ്കിലും വഴിക്ക് നിങ്ങളെ യൂണിവേഴ്സ് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ സ്ട്രെസ്സ് ഒഴിവാക്കാൻ 3 കാര്യങ്ങളാണ്. 1 ഓഫ് കോഴ്സ് എക്സസൈസ് ചെയ്യുക, 2 ജേർണലിങ് ചെയ്യുക, ലൈക്ക് ഡേ പ്ലാൻ ചെയ്യുക, 3 ഗ്രേറ്റ്ഫുൾ ആയിരിക്കുക, എല്ലാത്തിനും ഗ്രേറ്റ്ഫുൾ ആയിരിക്കുക. നമ്മൾ ഏതൊരു ചെറിയ കാര്യം നമ്മുടെ ലൈഫിൽ വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ പടച്ചവനോട് നന്ദി പറയുക. അല്ലെങ്കിൽ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ യൂസഫ് അലിയുടെ ഏത് ഇൻ്റർവ്യൂ ആയിക്കോട്ടെ, ഏത് പത്രസമ്മേളനം ആയിക്കോട്ടെ, ഏത് സംഭവമാണെങ്കിൽ യൂസഫ് അലി സ്റ്റാർട്ട് ചെയ്യുന്നത് ഗ്രാറ്റിറ്റ്യൂഡിലായിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇനി മനസ്സിലാവും. ഗ്രാറ്റിറ്റ്യൂഡിലായിരിക്കും പറയുന്നത്. എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ യൂസഫ് അലിൻ്റെ ഉമ്മേനോടുള്ള നന്ദി കാണിക്കും, പടച്ചവനോട് നന്ദി പറയും. ഇതിൽ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. എനിക്ക് തോന്നുന്നു മൂപ്പര് അത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ടീം മെമ്പേഴ്സ്, സ്റ്റാഫിനോട്, എൻ്റെ സ്റ്റാഫാണ് എന്നെ ഈ ലെവലിലേക്ക് എത്തിച്ച്, അവരാണ് എന്നെ എത്ര സപ്പോർട്ട് ചെയ്യുന്നത്. ജനങ്ങളോട്, ഗവൺമെന്റിനോട്. നമ്മളെങ്ങനെ ചെയ്യുക? ഗവൺമെന്റ് എപ്പോഴും കുറ്റം പറയും. ആ ഗവൺമെന്റ് എനിക്ക് അത് ചെയ്തെന്നില്ല, അവർ ടാക്സ് എങ്ങനെ ആക്കി, അവർ GST ഇങ്ങനെ ആക്കി, അവരെ സപ്പോർട്ടില്ല, അവർ നമുക്ക് ഫണ്ട് തരുന്നില്ല. പക്ഷെ അവർ തരുന്ന സപ്പോർട്ട് നമ്മൾ ആലോചിച്ചാൽ കുറേ ഉണ്ടാവും. അപ്പം ബി ഗ്രേറ്റ്ഫുൾ. ഇന്ന് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഒരു സംശയം വേണ്ട, നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കേണ്ട ഒരു 100 ആളുണ്ടാവും, 100-ലധികം ആളുകളുണ്ടാവും. അവിടെ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതിക്കോ, നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടാവും. ഓക്കെ. അപ്പോൾ സിമ്പിളായിട്ട് ഒരു പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് റിട്ടേൺ ആക്കിയാൽ പകുതി സോൾവ് ആയി അല്ലെ, 50%. നമ്മൾ അങ്ങനെ ഒരു കോട്ട് പറയാറുണ്ട്, റിട്ടേൺ ആയിട്ടുള്ള പ്രോബ്ലം ഹാഫ് സോൾവ്ഡ് ആണെന്നുള്ളത് അല്ലെ. നമ്മളെ ടൈം ഏകദേശം അത്യാവശ്യം നമ്മളൊരു 1 അവറിന്റെ അടുത്ത് വരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങളൂടെ ആഡ് ചെയ്യാം. അപ്പോൾ ഫെയിലിയർ അല്ലെങ്കിൽ ചലഞ്ചസ് എന്നുള്ള പറഞ്ഞ പോലെ തന്നെ, അല്ലെങ്കിൽ യങ് ഓണ്ടർപ്രണർ എന്നുള്ള നിലക്ക് ഞാൻ 2018 നമ്മളെ കമ്പനി ഫാസിലുണ്ട്, ജംഷാദ് ഉണ്ട്, നമ്മൾ 3 പേരും പാടെ കൂടി സ്റ്റാർട്ട് ചെയ്തത്. ഞാനീ പറഞ്ഞ പോലെ അബിൻ സാറ് കോളേജിൽ സ്റ്റാർട്ട് ചെയ്തതാണ്, MBSലായിരുന്നു ഉണ്ടായിരുന്നത്. അബിൻ സാറ് ഡ്രോപ്പ് ഔട്ട് ചെയ്തു, ഞാൻ അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്ത് 2018 സ്റ്റാർട്ട് ചെയ്തു. സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഇതുപോലെ ഒരുപാട് ചലഞ്ചസുകൾ ഉണ്ടായിരുന്നു. നമ്മളൊരു 100 സ്ക്വയർ ഫീറ്റിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഞാനും ഒരു ഡിസൈനറും മാത്രമാണ് ഒപ്പം ഉണ്ടായിരുന്നത്. പണ്ടത്തെ ഓഫീസ്. നമ്മള് ശേഷം ഇന്ന് അൽഹംദുലില്ലാ ഏകദേശം ഒരു 18ഓളം സ്റ്റാഫ് ഉണ്ട്, ടീം മെമ്പേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ അൽഹംദുലില്ലാ ഒരു 1200 സ്ക്വയർ ഫീറ്റ്, ഒരു 500+ പ്രൊജക്ട്സുകൾ ചെയ്തു. ആൻഡ് ഇറ്റ്സ് അറൌണ്ട് നമ്മളെ ക്ലയൻസിന് അറൌണ്ട് നമ്മളൊരു മേ ബി ഒരു 100 CR എബോവ് നമ്മൾ ടോട്ടൽ ക്ലയൻസിന് റവന്യൂ ജനറേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളതിൽ എല്ലാവരോടും ഗ്രാറ്റിറ്റ്യൂഡ് ആണ്. അൽഹംദുലില്ലാ ഖൈർ. ഇപ്പോൾ പടച്ചോനാടാണെന്നുണ്ടെങ്കിലും വൈഫ്, നമ്മളെ ടീം മെമ്പേഴ്സ്, ഫ്രണ്ട്സ് എല്ലാവരും നമ്മളൊപ്പം നിന്നിട്ടുണ്ട്. അപ്പൊ അതും കൂടി, ആ ഗ്രാറ്റിറ്റ്യൂഡ് കൂടി ഞാൻ അതിന്റെ ഒപ്പം ആഡ് ചെയ്യാണ്. അപ്പോ നമ്മൾ ഏകദേശം അത്യാവശ്യം ടൈം നമ്മൾ ഡീപ്പായിട്ട് ഇരുന്നു സംസാരിച്ചു. നിങ്ങൾക്ക് നമ്മളെ ടീം മെമ്പേഴ്സിനോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ക്വസ്റ്റ്യൻസുകൾ ചോദിക്കണമെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ 1 or 2 ക്വസ്റ്റ്യൻസ് കൂടി നമുക്ക് ചോദിക്കാം. എന്നിട്ട് ശേഷം നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാൻ തോന്നുന്നു.
ടീം മെമ്പേഴ്സിന് ചോദിക്കാം, നമ്മളെ പുതിയ സ്റ്റുഡൻസിന് ചോദിക്കാം. നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ഏജിൽ സ്റ്റാർട്ട് ചെയ്ത ആൾക്കാരാണ്, എന്റർപ്രണേഴ്സ് ആണ് നമ്മളെ മുമ്പിലുള്ളത്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ മുമ്പിലുള്ള ഒരു ചലഞ്ച്, ബിസിനസ്സിലോ ജോബിലോ ആയിക്കോട്ടെ, ഇനി വരാൻ പോകുന്ന ഫീൽഡിലായിക്കോട്ടെ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓർ പേഴ്സണൽ ഫിറ്റ്നസ് ക്വസ്റ്റ്യൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ആസ്ക് ചെയ്യാം. സോ എനിവൺ? ആർക്കെങ്കിലും ക്വസ്റ്റ്യൻസ്? ഓക്കെ, സോ നമുക്കിന്ന് വൈൻഡ് അപ്പ് ചെയ്യാൻ തോന്നുന്നു സെഷൻ. സോ ഞാൻ ലാസ്റ്റ് ആയിട്ട് നമ്മളുടെ മുമ്പിൽ നിൽക്കുന്ന ഈ സ്റ്റുഡൻസിനോട് ഒരു പവർഫുൾ തോട്ട്, ഒരു ഫൈനൽ തോട്ട് എന്താ പറയാൻ കഴിയാന്നുള്ളത് രണ്ടുപേരുടെയും ജസ്റ്റ് ഫൈനൽ ആയിട്ടുള്ള ഒരു പവർഫുൾ തോട്ട്. ഇപ്പോ ഇവര് 18 വയസ്സ് മുതലുള്ള ആൾക്കാരുണ്ട്, ഇപ്പൊ പറഞ്ഞ പോലെ ഒരു 22, 23 വരെയുള്ള ആൾക്കാരുണ്ട്. ആൻഡ് +2 കഴിഞ്ഞിട്ട് നിൽക്കുന്നവരുണ്ട്, ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുന്നവരുണ്ട്. അവരൊരു ഡിജിറ്റൽ മാർക്കറ്റർ ആവാൻ, അല്ലെങ്കിൽ ഒരു ബിസിനസ്സിലേക്ക് എത്താൻ, അല്ലെങ്കിൽ ഒരു ജോബിൽ ഒരു ടോപ്പ് കരിയറിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഡ്രീമോട് കൂടിയിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. സോ അവർക്കുള്ള ഒരു പവർഫുൾ തോട്ട് എന്താണ് കൊടുക്കാൻ പറ്റുക? പവർഫുൾ തോട്ട് എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്തില്ല. ബട്ട് അവിക്കാൻ്റെ അടുത്ത് എനിക്ക് കിട്ടിയൊരു സാധനമാണ്, ലൈഫിൽ എന്ത് നടക്കുകയാണെങ്കിലും എല്ലാം നല്ലതിനാന്നുള്ളത്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്താലും ഇനിയിപ്പോൾ എന്ത് ഫ്ലോപ്പ് ആയി പോയാലും അതൊന്നും അല്ലേനെ. ഇപ്പം ഞാൻ ഇപ്പം സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഒരു സാധനം കത്തിയിട്ടാന്നിട്ട് എനിക്ക് ഭയങ്കര സങ്കടം. അപ്പോൾ എനിക്ക് ഓക്കെ ഇത് നല്ലേന, എല്ലാം നല്ലേന. ഇത് കഴിഞ്ഞ അടുത്തതിലേക്ക് ഇൻസ്റ്റഗ്രാമിന് ചിലപ്പം മനസ്സിലാവുന്നത് അവിടെ കൺസിസ്റ്റൻസി ആയിരിക്കും. അപ്പോൾ അങ്ങനെ ചെറിയ ചെറിയ കാര്യത്തിലാണെങ്കിലും ഇനി എന്ത് സങ്കടം വന്നാലും എല്ലാം നല്ലതിനാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു തോട്ട്. അവള് പറഞ്ഞത് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ സ്റ്റേ പോസിറ്റീവ് അല്ലേ, അതൊരു സിമ്പിൾ തോട്ട് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ പോസിറ്റീവായിട്ട് നിൽക്കുക. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ 2 കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, നിങ്ങൾ വന്നിരിക്കുന്ന ഏരിയ അല്ലെങ്കിൽ വന്നിരിക്കുന്ന സ്ഥലം ലൈക്ക് പെർഫെക്റ്റ് പ്ലേസ് ആണ്. ഡോക്സ് എന്നാണ് എനിക്ക് അറിയുന്നത്, ഡെക്സ്റ്റ അക്കാഡമിയുടെ പേരാണ്. അക്കാഡമി എന്തൊക്കെയാണ് ഇത് പഠിപ്പിക്കുന്ന ടീം മെമ്പേഴ്സ് ഇവരൊക്കെ ആയിരിക്കും. അഡോക്സും ഒരു കമ്പനി തന്നെയാണല്ലോ അല്ലേ? സെപ്പറേറ്റ് കമ്പനിയായിട്ട്. നിങ്ങൾ വന്നിരിക്കുന്നത് ഞാൻ വെറുതെ പറഞ്ഞല്ല, ഇവരോട് ഇരിക്കുന്നോണ്ട് പറയുന്നതല്ല. യു ആർ ഇൻ ദ റൈറ്റ് പ്ലേസ്. കാരണം ഇന്ന് ഈ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന്റെ ഗ്രോത്തിനെ പറ്റി, കാരണം ഇവർ ബിഗിനിങ് സ്റ്റേജ് മുതൽ ഞാൻ ഇവരുടെ കൂടെ ഉണ്ട്. പണ്ട് എങ്ങനെയായിരുന്നു ഇവർ ചെയ്തെന്നുള്ളത്, ഇപ്പൊ ഇവർ എത്രത്തോളം ഗ്രോത്തിലേക്ക് വന്നു എന്നുള്ളത് എനിക്കറിയാം. വൈഫും കഴിഞ്ഞ ആഴ്ച കൂടെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളൂ, ഡോക്സ് ഇപ്പം ഭയങ്കര ഡിഫറൻസ് ആണ്. അവർക്ക് അറിയാം എങ്ങനെ ഒരു വീഡിയോയിലേക്ക് പോകണം, ഓൺടർപ്രണേഴ്സിനെ എങ്ങനെ സപ്പോർട്ട് ചെയ്യണം, ടീമിനെ ഇപ്പം ഭയങ്കര ഗ്രോത്തിലേക്ക് വന്ന് പഠിച്ചിട്ടുണ്ട്. എനിക്കറിയാം ഇപ്പം നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ ടൈം വേസ്റ്റ് ആവില്ല, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസ ഒരിക്കലും വേസ്റ്റ് ആവില്ല. പക്ഷെ നിങ്ങൾ അതിനു വേണ്ടി വർക്ക് ചെയ്യാൻ റെഡി ആവണമെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വന്നിരിക്കുന്നത് കറക്റ്റ് ട്രാക്കിലാണ്, ഒരു ഡൗട്ടും വേണ്ട. ഒന്ന്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഒരു കോട്ട് പറയാൻ അല്ലെങ്കിൽ ഒരു തോട്ട് പറയാനാണെങ്കിൽ, നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബെസ്റ്റ് കൊടുക്കുക. ഗിവ് യുവർ ബെസ്റ്റ് ആൻഡ് വെയിറ്റ് ഫോർ ദ റിസൾട്ട്. ഗിവ് യുവർ ബെസ്റ്റ് ആൻഡ് വെയിറ്റ് ഫോർ ദ റിസൾട്ട്. സച്ചിൻ തെണ്ടുൽക്കർ 24 വർഷം ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ട്. 24 വർഷം ക്രിക്കറ്റ് കളിച്ചു. അങ്ങനെ 24 വർഷം ക്രിക്കറ്റ് കളിച്ചിട്ട് സച്ചിൻ തെണ്ടുൽക്കറിന് വേണ്ട രീതിയിലേക്കുള്ള ഒരു വേൾഡ് കപ്പോ കാര്യങ്ങളൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ പല ആളുകളും പറയും, ഇപ്പോൾ 1 വർഷം വർക്ക് ചെയ്ത് 2 വർഷം വർക്ക് ചെയ്ത് എനിക്കൊന്നും കിട്ടിയിട്ടില്ല, ഞാൻ ഉദ്ദേശിച്ച ഔട്ട്പുട്ട് കിട്ടിയില്ല എന്നൊക്കെ പറയും. അങ്ങനെ സച്ചിൻ തെണ്ടുൽക്കർ ഒരു പ്രസന്റേഷനിൽ പറയുന്നുണ്ടായിരുന്നു, ഐ പ്ലേഡ് 24 years ഇന്റർനാഷണൽ ക്രിക്കറ്റ്, ബട്ട് ഐ വെയിറ്റ് 21 years ടു ലിഫ്റ്റ് എ വേൾഡ് കപ്പ്. 24 വർഷം ഞാൻ ക്രിക്കറ്റ് കളിച്ചു, 21 വർഷം ഞാൻ കാത്തിരിക്കേണ്ടി വന്നു ഒരു വേൾഡ് കപ്പ് കിട്ടാൻ. അപ്പൊ അതുവരെ സച്ചിൻ മോശമായിട്ടില്ലല്ലോ. നമുക്കറിയാം സച്ചിൻ ബെസ്റ്റ്, സച്ചിന്റെ ബെസ്റ്റ് സച്ചിൻ കൊടുത്തോണ്ടേയിരുന്നു. പക്ഷെ സച്ചിൻ കാത്തിരുന്നത് 21 വർഷമാണ്. നമ്മൾ എത്ര വർഷം കാത്തിരുന്നു? നമ്മൾ എത്ര വർഷം വേണ്ടി കൊടുക്കുന്നത്? അപ്പൊ നമ്മൾ കൊടുക്കുക, നമ്മൾ കൊടുക്കാൻ തുടങ്ങിയത് നമ്മൾ ബെസ്റ്റ് നമ്മൾ കൊടുക്കുക. ഗിവ് യുവർ ബെസ്റ്റ്, വെയിറ്റ് ഫോർ ദ റിസൾട്ട്. അതിനുവേണ്ടി കാത്തിരിക്കുക. നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ആക്ഷൻ എടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പ്രപഞ്ചത്തിൽ ഒന്നിനെയും നമ്മളെ തടയാൻ പറ്റില്ല. അത് യൂണിവേഴ്സൽ ട്രൂത്ത് ആണ്. നിങ്ങൾ ആക്ഷൻ എടുക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളെ തടയാൻ പറ്റില്ല.
പക്ഷെ നമ്മൾ എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി കാണുന്ന സമയത്ത് മാത്രം ആക്ഷൻ എടുത്താൽ പോരാ. ഇത് വലിയൊരു യങ് ജനറേഷനിൽ ഞാൻ മനസ്സിലാക്കി, ഓക്കെ അവിടെ ഭയങ്കര സാധ്യതയുണ്ട്, എന്നാൽ അവിടെ പോയിട്ട് നമുക്ക് ആക്ഷൻ എടുക്കാം. അങ്ങനെയല്ല, നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ആക്ഷൻ എടുക്കണം. ജോൺ ഡേവിസൺ റോക്ക്ഫെല്ലർ എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട്. ഈ ലോകത്ത് തന്നെ വലിയ രീതിയിലേക്ക് ഇൻകം ജനറേറ്റ് ചെയ്ത് മരണപ്പെട്ടു പോയൊരു വ്യക്തിയാണ്. നമ്മൾ ഈ അംബാനിന്നോ രത്തൻ ടാറ്റ എന്നൊക്കെ അയാളൊക്കെ 10 ഇരട്ടി പൈസ ഉണ്ടാക്കിയ ഒരാളാന്ന് പറയുന്നത്. അയാള് ഒരു പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ച് പണക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അങ്ങനെ ഈ പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ച് പണക്കാരനായിട്ടുള്ള ഇദ്ദേഹത്തിന്റെ അടുത്ത് ആ നാട്ടിലുള്ള ഒരാൾ ഒരിക്കലും ചോദിക്കുന്നുണ്ട്, പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ച് പണക്കാരനായതൊരു ഭാഗ്യം കൊണ്ടല്ലേ, ലക്കല്ലേ എന്നാ ചോദിക്കുന്നത്. അപ്പൊ റോക്ക്ഫെല്ലർ മറുപടി കൊടുക്കുന്നത് ഇങ്ങനെയാണ്, ഓക്കെ ശരി, ചിലപ്പോൾ അത് ലക്കായിരിക്കാം, അല്ലെങ്കിൽ എൻ്റെയും നിന്റെയും തലയുടെ മുകളിലൂടെ, നിങ്ങളുടെയൊക്കെ തലയുടെ മുകളിലൂടെ ഒരു ഭാഗ്യദേവത പറന്നു പോകും. ഞാൻ ആ ഭാഗ്യദേവതയെ കറക്റ്റ് സമയത്ത് പിടിച്ചതാണ്, ഞാൻ അങ്ങനെ ലൈഫിൽ സക്സസ് ആയെന്ന് പറയും. റോക്ക്ഫെല്ലർ കൊടുക്കുന്ന മറുപടിയാണ്. അപ്പൊ ഈ ചോദ്യം ചോദിച്ച വ്യക്തി ഒരു ബുദ്ധിമാനായ ഒരു കണ്ണിങ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം അടുത്ത ചോദ്യം ചോദിക്കുന്നത് ഇങ്ങനെയാണ്, ഓ അങ്ങനെ സക്സസ് ആയതാണല്ലേ. അപ്പം റോക്ക്ഫെല്ലർ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, ഈ ഭാഗ്യദേവത എപ്പോഴും പറക്കൂല, ഒറ്റ തവണേ പറക്കുള്ളൂ. ഇതെപ്പോൾ പറക്കും നമുക്ക് ഇൻഫർമേഷൻ തരില്ല, എന്തെങ്കിലും പറക്കും, എപ്പോഴാണ് നമുക്ക് ഒരു ഇൻഫർമേഷനും ഇല്ല. അപ്പൊ ചോദ്യം ചോദിച്ച വ്യക്തി പറയുന്നുണ്ട്, ഒറ്റ തവണ പറന്നു വന്ന് ഈ ഭാഗ്യദേവത പിടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു ഭാഗ്യം വേണ്ടേ, ഇത് എപ്പോഴാ പറക്കാൻ നമുക്കറിയില്ല, ഇത് ഒറ്റ തവണ പറക്കുള്ളൂ, ഒരു മുൻകൂട്ടി ഇൻഫർമേഷൻ ഒന്നും കിട്ടില്ല. ആ ടൈമിൽ റോക്ക്ഫെല്ലർ കൊടുക്കുന്ന ഒരു മറുപടി ഉണ്ട്. അതാണ് ഈ ഡെക്സ്റ്റ എന്നല്ല, ഡെക്സ്റ്റ അക്കാഡമിയിൽ പഠിക്കാൻ വന്ന എല്ലാ കുട്ടികളുടെ അടുത്തും പറയാനുള്ളത് എനിക്ക് അതാണ്. അന്ന് റോക്ക്ഫെല്ലർ പറഞ്ഞൊരു കാര്യമുണ്ട്. റോക്ക്ഫെല്ലർ പറയുന്നത് എങ്ങനെയാണ്, ശരിയാണ്, ഈ ഭാഗ്യദേവത എപ്പോൾ പറക്കും നമുക്കറിയില്ല, ഒരു ഇൻഫർമേഷൻ തരുന്നില്ല. അതുകൊണ്ട് ഞാൻ ചെയ്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എല്ലാ ദിവസവും ചാടിക്കൊണ്ടേയിരുന്നു, ഞാൻ ചാടിക്കൊണ്ടേയിരുന്നു. ഒരു ദിവസം എനിക്ക് ആ ഭാഗ്യദേവതയെ കിട്ടുമെന്നറിയാം, അതുവേണ്ടി ഞാൻ എല്ലാ ദിവസവും ചാടിക്കൊണ്ടിരുന്നു. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ദിവസവും ആക്ഷൻ എടുത്തുകൊണ്ടേയിരിക്കാം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കോവിഡിന് മുമ്പേ ആക്ഷൻ എടുക്കാൻ തുടങ്ങി. ഞാൻ എൻ്റെ 16ാമത്തെ വയസ്സ് മുതൽ തന്നെ ഞാൻ ഇതിനു വേണ്ടി ഇങ്ങനെ ആക്ഷൻ എടുത്തിട്ടുണ്ട്. കോവിഡ് ആയിരുന്നു ഒരു ഭാഗ്യദേവതയെ പോലെ എൻ്റെ ലൈഫിൽ വന്ന്. പക്ഷെ എനിക്കൊന്നും അറിയാത്ത സമയത്ത് ഒരു ഭാഗ്യദേവത വന്ന് എനിക്കതിനെ പിടിക്കാൻ പറ്റില്ല, പിടിച്ചാൽ തന്നെ എന്ത് ചെയ്യണം എന്നറിയില്ല. പക്ഷെ ഞാൻ അതിന് മുമ്പേ ഒരുങ്ങിയിരുന്നു. അതിന് മുമ്പേ ഞാൻ എൻ്റെ പ്രസൻറ്റേഷൻ സ്കിൽ ഇമ്പ്രൂവ് ചെയ്തു, എൻ്റെ പബ്ലിക് സ്പീക്കിംഗ് സ്കിൽ ഇമ്പ്രൂവ് ചെയ്തു, എൻ്റെ ലീഡർഷിപ്പിനെ പറ്റി പഠിക്കാൻ ഞാൻ JC എന്ന് പറഞ്ഞ ഓർഗനൈസേഷനിൽ ജോയിൻ ചെയ്തു, അതിൻ്റെ ലീഡർഷിപ്പിൽ വന്നു, എല്ലാം റെഡി ആയിട്ടിരിക്കുക. ഞാൻ ഡെയിലി ആക്ഷൻ എടുക്കുന്നുണ്ട്. എനിക്കറിയാം ഒരിക്കലും എന്തെങ്കിലും ഒരു സാധനം എൻ്റെ ലൈഫിൽ വരുന്നുള്ളത്. പല ആളുകളുടെയും ലൈഫിൽ കോവിഡ് വലിയൊരു പ്രശ്നക്കാരനായി വന്നപ്പോൾ എൻ്റെ ലൈഫിൽ ഒരു ഭാഗ്യദേവതയെ പോലെ വന്നത്. ആ ഭാഗ്യദേവതനെ വന്ന് ഞാനത് ഗ്രാബ് ചെയ്തെടുത്ത് ഞാനത് അതുവരെ എടുത്ത എല്ലാ കാര്യങ്ങളും ആക്ഷനൊക്കെ ഞാനതിൽ ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഗ്രോത്തിലേക്ക് വന്നത്. അപ്പം നിങ്ങൾ സക്സസ്സിലേക്ക് ഇപ്പം പോകണം എന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾ അടുത്ത വർഷം അല്ലെങ്കിൽ അടുത്ത മാസം തന്നെ നിങ്ങൾ ഇതിൽ പഠിച്ച് 10,000, 20,000, 30,000, 50,000 അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ സാലറി ചിലപ്പോൾ വാങ്ങണം നിർബന്ധമില്ല. ആ ഒരു ടൈം വരും. ആ ടൈമിലേക്ക് നിങ്ങൾ വരുന്നതിനേക്കാൾ മുമ്പ് നിങ്ങളിങ്ങനെ ഒരുങ്ങിയിരിക്കണം. നിങ്ങളിങ്ങനെ പഠിച്ച് റെഡി ആയിട്ട് ആക്ഷൻ എടുത്ത് എന്തൊക്കെ ഡെക്സ്റ്റേന്ന് പഠിപ്പിച്ച് തരുന്നോ അതൊക്കെ പഠിക്കുക. നിങ്ങൾ ചോദിക്കുക, കൺഫ്യൂഷൻസ് ചോദിക്കുക, ഡൗട്ട്സ് ചോദിക്കുക, എന്തൊക്കെയാണ് ഡെപ്തിലേക്ക് ഇറങ്ങുന്ന മാർക്കറ്റിംഗ്, എങ്ങനെ മെറ്റാ ആഡ്സ് നന്നായിട്ട് ചെയ്യണം, എങ്ങനെ ക്ലയൻസിനെ ടാർഗറ്റ് ചെയ്യണം, എങ്ങനെ GCCയിൽ എങ്ങനെ കൊടുക്കണം, എങ്ങനെ ഓരോ ഏരിയനെ ഓരോ ഏജിനെ എന്തൊക്കെ ഇതിൽ നിന്ന് പഠിക്കാൻ പറ്റുമോ അതൊക്കെ നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കി വെച്ചോ. ഒരു ടൈം ആകുമ്പോൾ മേ ബി അപ്പോഴായിരിക്കും നിങ്ങൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി വരിക. മേ ബി ഒരു വലിയ US കമ്പനിയിൽ ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നു, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വലിയ കമ്പനിന്നോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു. അന്ന് നിങ്ങൾക്ക് ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇന്നത് പഠിച്ചു പോകണം. അപ്പം ആക്ഷൻ എടുക്കുക. ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഒരു ടൈമിൽ നിങ്ങളുടെ അടുത്തേക്ക് സക്സസ് വരിക തന്നെ ചെയ്യും. നീന്താൻ പഠിക്കണം എന്നുണ്ടെങ്കിലും സ്വിമ്മിങ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? സ്വിമ്മിങ് പഠിക്കണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം അല്ലേ? ഈ കരയിലിരുന്ന് തിയറി ക്ലാസ് കേട്ടിട്ട് നീന്താൻ പഠിക്കാൻ പറ്റുമോ? ആരെങ്കിലും അങ്ങനെ നീന്താൻ പഠിച്ചിട്ടുണ്ടോ? നീന്താൻ പഠിക്കണമെങ്കിൽ തിയറി ക്ലാസ് കേട്ടാൽ പോരാ, നമ്മൾ വെള്ളത്തിലിറങ്ങണം, കൈയിട്ടടിക്കണം, വെള്ളം കുടിക്കും. പക്ഷെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് ആക്ഷൻ എടുത്ത് ഒരു ടൈമിലാകുമ്പോൾ നമ്മൾ നല്ല സ്വിമ്മർ ആവും. നിങ്ങൾ ആക്ഷൻ എടുക്കേണ്ട സമയമാണ്. ഇവിടെ എല്ലാ ദിവസവും ഓഫ്ലൈൻ ആണോ ഓൺലൈൻ ആണോ ക്ലാസ്? ഓഫ്ലൈൻ ആണെങ്കിൽ ഒരു ഡൗട്ടും വേണ്ട, പ്രൊഡക്ടിവിറ്റി ഓൺലൈനേക്കാളും ഒരു 80% എക്സ്ട്രാ പ്രൊഡക്ടിവിറ്റി ഓഫ്ലൈനിൽ വരുള്ളൂ. കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. നിങ്ങൾ ബസ് കയറി വരണം, നിങ്ങളിവിടെ ടൈം ഇൻവെസ്റ്റ് ചെയ്യണം, നിങ്ങൾ കുറച്ച് പൈസ സ്പെൻഡ് ചെയ്യണം, ട്രാവൽ, ഇതൊക്കെ ഉണ്ടാവും. പക്ഷെ ഒരു വർഷം കൊണ്ട് പഠിക്കുന്നത് നിങ്ങൾക്ക് ഒരു മാസം കൊണ്ട് പഠിക്കാൻ പറ്റും.
അപ്പോൾ ഈ ഓഫ്ലൈനിൽ നിങ്ങൾ വന്ന് ഡെയിലി പഠിച്ച് എക്സ്പേർട്ടുകളാണ് ഇവിടെ ഉള്ളത്. ഡോക്സിലുള്ള ആളുകൾക്ക് എക്സ്പേർട്ടാണ്. ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ ഇപ്പോൾ നിഷാനോട് ഉണ്ടോന്നല്ല, നിഷാന് ഞാൻ 4 ഇയേഴ്സ് മുമ്പ്, നിഷാൻ ഇപ്പോൾ എത്രയായി? 3 ഇയേഴ്സ് ആയി. 3 ഇയേഴ്സ് അല്ലേ? നിഷാൻ എത്ര ഇയർ ആയി? ഇപ്പോൾ 3 ഇയേഴ്സ് ആയി. ഇപ്പം +2 കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്താണ്. അപ്പം നിഷാന്റെ ഒരു എക്സാമ്പിള്, ഞാൻ തുടങ്ങിയ സമയത്ത് വേറൊരു സ്റ്റാഫാണ് നമ്മുടെ ടീമിൽ ഉണ്ടായിരുന്നത്. എൻ്റെ ഗ്രൂപ്പ് നമ്മൾ സോഷ്യൽ മീഡിയ നോക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കൊന്ന് ആ സ്റ്റാഫ് പെട്ടെന്ന് പോയപ്പോഴാണ് നിഷാൻ ആ ഗ്രൂപ്പിൽ വരുന്നത്, നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പിൽ. അപ്പം അന്ന് നമ്മൾ നിഷാൻ ആരാന്ന ഫോട്ടോ ഒന്നും അറിയില്ല. അപ്പം അന്ന് എനിക്ക് ഓർമ്മയുണ്ട് നിഷാന് അത്ര വലിയ ഐഡിയ ഒന്നുമില്ല. അപ്പോൾ എനിക്ക് തന്നെ ഉള്ളിലൊരു ഫൗണ്ടർ എന്നുള്ള രീതിയിൽ എനിക്ക് ടെൻഷൻ ആവുമോ, നിഷാനെ ഏൽപ്പിച്ചാൽ അത് ശരിയാവുമോ, നിഷാൻ നോക്കണോ, മറ്റേ സ്റ്റാഫ് പോരെ, അങ്ങനെ ഞാൻ ചിന്തിച്ചത്. മേ ബി നിഷാൻ തുടക്കമായിരിക്കാം, ട്രെയിനിങ് പീരീഡിലായിരിക്കാം, സ്റ്റാർട്ട് ചെയ്തായിരിക്കാം. അങ്ങനെ നിഷാൻ തുടങ്ങിയതാണ്. കാരണം നിഷാൻ വന്ന മുതൽ ഞാൻ എൻ്റെ ടീമിന് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് എപ്പോഴും ഞാൻ ഇടയ്ക്ക് റേസിനോട് ചോദിക്കുകയാണ്, നിഷാനല്ല മറ്റവനെ റെഡിയാക്കാൻ പറ്റുമോ, ഇങ്ങനെ ചോദിച്ചിരുന്നൊരു ടൈം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഈ 4 വർഷമായിട്ട് ഇവിടെ നിൽക്കുന്ന സമയത്ത് എനിക്ക് വേറെ ഒരാളോട് ചോദിച്ചാലും ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല. എനിക്ക് നിഷാൻ തന്നെ കിട്ടണം. ഞാൻ നിഷാനോട് ചോദിച്ചാൽ മാത്രമേ ഞാൻ ഹാപ്പി ആവുള്ളൂ. ഞാൻ ഏത് ടൈമിൽ ഫോം വിളിച്ചാലും നിഷാൻ എടുക്കും. എൻ്റെ ഏത് ചോദ്യങ്ങൾക്കുള്ള മറുപടി നിഷാൻ തരും. അപ്പം നിഷാൻ ഉള്ളത് കൊണ്ടാണ് സത്യം പറഞ്ഞപ്പോൾ ലാസ്റ്റ് ഞങ്ങളൊരു വെബിനാർ നടത്തി. നിഷാനും ഇപ്പം റമീസ് നല്ല പേര്, നിഷാൻ റമീസ് ഇപ്പോൾ റീസെൻ്റ്ലി 1 ഇയർ ആവും. നമ്മൾ ATP 1 ഇയർ മുമ്പുണ്ട്. ഇപ്പൊ റമീസും നമ്മുടെ ടീമിൽ ഭയങ്കരമായിട്ട് നിൽക്കുന്നുണ്ട്, എല്ലാ സപ്പോർട്ടും. ഇപ്പൊ ഇവർ രണ്ടുപേരും, നിഷാന്റെ പേരാണ് ഞാൻ കുറച്ചുകൂടെ പറയാം, കാരണം നിഷാനാണ് ഓട്ടോമേഷനിലേക്ക് സെറ്റ് ചെയ്യുന്നത്. റീസെന്റ് ഞങ്ങളൊരു വെബിനാറൊക്കെ നടത്തി. ഒരൊറ്റ വെബിനാറിൽ 1 മണിക്കൂർ കൊണ്ട് ഞങ്ങൾക്ക് 3 lakhs അടുത്ത് ഒരു വെബിനാറിൽ ഇപ്പോൾ റീസെന്റ് 3 lakh rupees ഒരു സെയില് എനിക്ക് കൊണ്ടുവരാൻ എന്നെ സപ്പോർട്ട് ചെയ്ത ഇവിടുത്തെ ടീം മെമ്പറാണ് നിഷാൻ. നിഷാന്റെ 4 വർഷം മുമ്പ് നിങ്ങളെക്കാൾ കൂടുതൽ, നിങ്ങൾ അത്ര പോലും ചിലപ്പം നോളജ് ഉണ്ടാവില്ല എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം നിഷാന്റെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിലാണെങ്കിലൊക്കെ അങ്ങനെ ഭയങ്കര ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത നിഷാൻ ഇന്ന് ഞാനിവിടെ നോക്കുമ്പോൾ അവൻ മൈക്ക് റെഡി ആക്കുന്നുണ്ട്, അവൻ അവിടെ ചെയ്യുന്നുണ്ട്, ഇവിടെ ആക്കുന്നുണ്ട്, ഫാസിലിൻ്റെ അടുത്ത് വരുന്നുണ്ട്, റേസിൻ്റെ അടുത്ത് വരുന്നുണ്ട്. സോ ഇത് നിങ്ങൾക്കും ആവാൻ പറ്റും. എനിക്കറിയില്ല അവൻ എത്ര പാക്കേജ് കിട്ടുന്നുണ്ട്, അതിനെപ്പറ്റിയൊന്നും എനിക്കറിയില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ സപ്പോർട്ട് ചെയ്യുന്ന വലിയൊരു, ഇപ്പം ഞാൻ സ്വന്തമായിട്ടൊരു ശമ്പളം കൊടുത്ത് നിർത്തിയാൽ പോലും ചിലപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഒരാളെ കിട്ടൂല. അപ്പം എന്നെ അങ്ങനത്തെ ലെവലിലേക്ക് അവൻ ഗ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ, അത് അത്രയും പോലും എക്സ്പീരിയൻസ് ഇല്ലാത്ത അവൻ, സംസാരിക്കാൻ പോലും സ്കില്ലില്ലാത്ത അവൻ ഈ ലെവലിലേക്ക് എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് എത്താൻ പറ്റും. നിങ്ങൾക്ക് എത്താൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളത് വേണ്ടാന്ന് വെച്ചിട്ടാണ്. നിങ്ങൾ വേണം എന്ന് വിചാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗ്രോ ചെയ്യാൻ പറ്റും. അപ്പം സ്റ്റാർട്ട് ടേക്കിംഗ് ആക്ഷൻ. ഡെക്സ്റ്റയിൽ വന്ന എല്ലാവർക്കും ഒരുപാട് ഗ്രോത്ത് ഉണ്ടാവട്ടെ. വലിയ ലെവലിലേക്ക് ഈ ഒരു ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റട്ടെ. നിങ്ങളെ കോട്ടിലുള്ള പോലെ തന്നെ സെയിൽസ് അറിയുന്ന മാർക്കറ്ററായി മാറട്ടെ. എല്ലാവിധ ആശംസകളും. ഓൾ ദ വെരി ബെസ്റ്റ്. ഞാൻ ഇപ്പോൾ ടീമിന്റെ അടുത്ത് പറഞ്ഞ സമയത്ത് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പറയണേ. നമ്മളുടെ ഈ ഒരു ഗ്രോത്തില് നമ്മളെ ടീമാണ് ഞങ്ങൾ ഇവിടെ എത്തിച്ചിട്ടുള്ളത്. നമുക്ക് ഒരിക്കലും ഞാനോ അല്ലെങ്കിൽ ഫാസിലോ അല്ലെങ്കിൽ ജംഷാക്കോ കൂടി കഴിഞ്ഞാൽ ഒരിക്കലും ഈ ഒരു ലെവലിലേക്കോ, ഇവൻ നമ്മൾ ഇങ്ങനെ ഇരുന്ന് ടോക്ക് ചെയ്യാൻ പോലും, ഞാൻ പോലും ഈ ഒരു ലെവലിലേക്ക് എത്തിയത് നമ്മളെ ടീം മെമ്പേഴ്സിന്റെ സ്ട്രെങ്ത് ആണ്. ഇവൻ പല സമയത്തും ഞാൻ പോലും ഫോൺ എടുക്കാത്ത സമയത്ത് നമ്മൾ ടീം അറ്റൻഡ് ചെയ്യും കോള്. ആൻഡ് ഈ ഒരു നമ്മൾ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ്, ഇപ്പൊ അബിൻ സാറിന് അറിയാം, നമ്മൾ ഇന്നലെ 9 o'clock അബിൻ സാറെ കണക്ട് ചെയ്തത്. ഈ ഒരു സെറ്റപ്പിലേക്ക് ഇതിനെ സെറ്റ് ചെയ്തതും കംപ്ലീറ്റ് കോർഡിനേറ്റ് ചെയ്തതും എൻറ്റയർലി മൈ ടീമാണ്. ആൻഡ് ദാറ്റ്സ് സൂപ്പർ. ഓക്കെ, അപ്പോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം അല്ലെ? അപ്പോ താങ്ക് യു സോ മച്ച് അബിൻ സാറും ഇൻഷാ മാഡം. നമ്മൾ ചെറിയൊരു ടൈം കൊണ്ട് ഇന്നലെ വിളിച്ചു, ഇന്ന് ഇവിടെ എത്തി. ആൻഡ് 1 hour എബോവ് നമ്മൾ സംസാരിച്ചു. എല്ലാവർക്കും വാല്യൂ ടേക്കൺ ആയിട്ടുള്ള ഒരുപാട് സെഷൻസ് ആയിരുന്നു. ആൻഡ് താങ്ക് യു വൺസ് അഗൈൻ.